മാറട്ടെ. നമസ്കാരം. ഒരു വലിയ തട്ടിപ്പിന്റെ വാർത്തയുമായാണ് ഇന്ന് ന്യൂസ് 18 പ്രേക്ഷകരിലേക്ക് എത്തിയത്. 5 വർഷം മുൻപ് ഉപേക്ഷിച്ച സിം കാർഡ് മൂലം ഒരു സാധാരണക്കാരായ മനുഷ്യന് 7 ദിവസമാണ് ജയിലിൽ കിടക്കേണ്ടി വന്നത്. അത് മറ്റൊന്നിനുമല്ല, ആ ഉപേക്ഷിച്ച സിം കാർഡ് മൂലം കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് അവിടെ നടന്നത്. ഈ വാർത്ത ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ ആ ഒരു സാധാരണക്കാരന്റെ വേദന മാത്രമല്ല, ഇത് എനിക്കും നിങ്ങൾക്കും അടക്കം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു സാധാരണക്കാരനും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാം എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഞങ്ങൾ ഈ വാർത്തയിൽ കൂടി ഉദ്ദേശിക്കുന്നത്. ആ വാർത്തയിലേക്ക് അടക്കം നമ്മൾ കടക്കുകയാണ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സ്വാഗതം വാർത്താരംഭത്തിലേക്ക്. ന്യൂസ് 18 ബിഗ് എക്സ്ക്ലൂസീവ്. 5 വർഷം മുൻപ് ഉപേക്ഷിച്ച സിം കാർഡ് ഉപയോഗിച്ച് കോടികളുടെ തട്ടിപ്പ്. അറിയാത്ത തട്ടിപ്പിന്റെ പേരിൽ കൊല്ലം സ്വദേശിയെ ജയിലിലടച്ച തെലങ്കാന പോലീസ്. അറസ്റ്റിലായത് രാമൻകുളങ്ങര സ്വദേശി ജിതിൻ. ആളുകളുടെ കാഴ്ചപ്പാട് എന്നെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കള്ളനെന്നുള്ള രീതി. ജിതിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത് കൊടും കുറ്റവാളിയെ പോലെ. ഭാര്യയുടെ പേരിലും കേസ്. വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടാമെന്ന ഭയത്തിൽ കുടുംബം. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ BJPയുടെ സർജിക്കൽ സ്ട്രൈക്ക്. മേയർ സ്ഥാനത്തേക്ക് വി മുരളീധരനെ ഉയർത്തിക്കാട്ടും. തന്ത്രമൊരുക്കുന്നത് കേന്ദ്ര നേതൃത്വം നേരിട്ട്. തലസ്ഥാന നഗരത്തിൽ പ്രവർത്തനം സജീവമാക്കി മുൻ കേന്ദ്രമന്ത്രി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഉമാ തോമസ് വീണ സംഭവത്തിൽ കൊച്ചി കോർപ്പറേഷനും ഗുരുതര പാളിച്ച. നഗരത്തിൽ നടന്ന വലിയ പരിപാടി അറിയാത്തത് മേയറുടെ ഉത്തരവാദിത്വ കുറവെന്ന് പ്രതിപക്ഷ കൌൺസിലർമാർ. സുരക്ഷ ഉറപ്പാക്കാത്ത പരിപാടികൾക്കും അനുമതി കൊടുക്കുന്നതായും ആക്ഷേപം. പാലോളി മുഹമ്മദ് കുട്ടിയുടെ പാകിസ്ഥാൻ രൂപീകരണ പരാമർശത്തിൽ വൻ പ്രതിഷേധം. വിവാദമായത് പാകിസ്ഥാൻ രൂപീകരണത്തെ കൂടുതൽ പിന്തുണച്ചത് മലപ്പുറത്തുകാരെന്ന അഭിപ്രായം. പാലോളി മലപ്പുറത്തെ ആക്ഷേപിക്കുന്നെന്ന് രമേശ് ചെന്നിത്തല. കൊല്ലം ചടയമംഗലത്ത് വാഹനാപകടത്തിൽ 2 മരണം. കാറും ബസ്സും കൂട്ടിയിടിച്ച് മരിച്ചത് അയ്യപ്പ ഭക്തർ. നിലമ്പൂർ ഉൾക്കാട്ടിൽ ആദിവാസി യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നു. മരിച്ചത് മാഞ്ചേരി കോളനിയിലെ മണി. കാട്ടാനാക്രമണം ഇന്നലെ രാത്രി. സംസ്ഥാന സ്കൂൾ കലോത്സവം 2ാം ദിനം. ആദ്യ ദിനം പാതിരാവോളം നീണ്ട മത്സരങ്ങൾ. കണ്ണൂർ മുന്നിൽ, തൊട്ടുപിന്നിൽ കോഴിക്കോട്. ഇന്നത്തെ ആകർഷണം ഒപ്പനയും നാടകവും. കലോത്സവ നഗരിയിൽ ഓർമ്മകൾ പങ്കുവെച്ച ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. ക്യാപ്റ്റൻ മാറിയിട്ടും രക്ഷയില്ല. സിഡ്നിയിൽ 3ാം ദിനം ഇന്ത്യ തോറ്റു. ഓസീസ് ജയം 6 വിക്കറ്റിന്. ബോർഡർ ഗവാസ്കർ ട്രോഫി ഓസ്ട്രേലിയയ്ക്ക്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സാധ്യതയും മങ്ങി. നോക്കാം വിശദമായി തന്നെ. ഏറെ നാൾ ഉപയോഗിച്ച മൊബൈൽ സിം അലക്ഷ്യമായി ഉപേക്ഷിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം ആ നമ്പർ ഉപയോഗിച്ച് മറ്റൊരു സംഘം കോടികളുടെ സൈബർ തട്ടിപ്പ് നടത്തുന്നു. പക്ഷേ നമ്പറിന്റെ ആദ്യ ഉടമയെ കാത്തിരുന്നത് ജയിലും കേസുകളുടെ പരമ്പരയും. കൊല്ലം രാമൻകുളങ്ങര സ്വദേശി ജിതിനാണ് ഒരാഴ്ച തെലങ്കാന ജയിലിൽ കിടക്കേണ്ടി വന്നത്. ജിതിന്റെ ഭാര്യയുടെ പേരിലും കേസുണ്ട്. എപ്പോൾ വേണമെങ്കിലും വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടാമെന്ന ഭയത്തിലാണ് ഈ കുടുംബം കഴിയുന്നത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു വ്യക്തികളായിരുന്നു. ആളുകളുടെ കാഴ്ചപ്പാട് എന്നെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കള്ളനെന്നുള്ള രീതി. 8129869077 ഈ മൊബൈൽ ഫോൺ നമ്പറാണ് കൊല്ലം രാമൻകുളങ്ങര സ്വദേശിയായ സഹകരണ ബാങ്ക് ജീവനക്കാരൻ ജിതിന്റെ ജീവിതത്തിൽ ഇരുട്ട് നിറച്ചത്. 2015 എടുത്ത് 2019
ഉപേക്ഷിച്ച ഒരു നമ്പർ. നമ്പർ കാണിച്ചു. അതിന് ആ നമ്പറിനെ കുറിച്ച് എനിക്ക് ഒരു ഓർമ്മയില്ലായിരുന്നു. കാര്യം വർഷങ്ങൾക്ക് മുമ്പ് വേണ്ടാന്ന് വെച്ച സിമ്മാണെന്നുള്ളതൊക്കെ പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ട്രൂ കോളറിൽ സാദി ജിതിൻ ആരാണെന്ന് ചോദിച്ചു. സംഭവം ട്രൂ കോളറിൽ എൻ്റെ വൈഫ് ഉപയോഗിച്ച സിമ്മ്, എൻ്റെ ഐഡിയിൽ എടുത്ത സിമ്മ് വൈഫ് ഉപയോഗിച്ച് അതിൻ്റെ ട്രൂ കോളറിൽ അവളുടെ പേര് ഇന്നും നമ്മൾ നോക്കുമ്പോൾ ട്രൂ കോളറിൽ അവളുടെ പേരാണ് വരുന്നത്. ഹൈദരാബാദ് സ്വദേശി തൊഗാരി സുമന്റെ പരാതിയിലായിരുന്നു തെലങ്കാന പോലീസ് ജിതിനെ അറസ്റ്റ് ചെയ്തത്. BRMCN എന്ന ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ പണം നിക്ഷേപിച്ച സുമന് നഷ്ടമായത് 24,65,779 രൂപ. സുമനിൽ നിന്ന് തട്ടിയെടുത്ത 24 ലക്ഷത്തിൽ 10 ലക്ഷം രൂപ മാറ്റിയത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ഇരിങ്ങാലക്കുട ബ്രാഞ്ചിലെ 604927672468 എന്ന അക്കൗണ്ടിലേക്ക്. തൃശൂർ മുകുന്ദപുരത്തുള്ള ലാറ്റെ ലൈഫ് കോഫി എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഉടമകളായ റിസൽദാബ് അബ്ദുൾ റസാഖ്, നീതു എന്നിവരുടെ പേരിലുള്ളതാണ് ഈ അക്കൗണ്ട്. അക്കൗണ്ടിനൊപ്പം ബാങ്കിൽ നൽകിയ മെയിൽ ഐഡിയുമായി ബന്ധിപ്പിച്ചിട്ടുള്ളതാണ് ജിതിന്റെ പഴയ നമ്പറായ 8129690777. ഇതാണ് ജിതിനെ കേസുമായി ബന്ധിപ്പിച്ചതെന്നാണ് കരുതുന്നത്. എന്നാൽ ഇപ്പോൾ ഈ നമ്പർ മറ്റൊരാളുടെ പേരിലാണെന്ന് ജിതിൻ പറയുന്നു. ഈ നമ്പർ 17/7 വേറൊരാൾക്ക്, തൃശ്ശൂരുള്ള ഒരാൾക്ക് ഇഷ്യൂ ചെയ്തതായിട്ടാണ് നമ്മൾ സൈബർ സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. റിസൽദാബ് അബ്ദുൾ റസാഖും നീതുവുമാണ് കേസിലെ ആദ്യ 2 പ്രതികൾ. 3-ാം പ്രതി ജിതിനും 4-ാം പ്രതി ജിതിന്റെ ഭാര്യ സോദിയും. എന്നാൽ ആദ്യ 2 പ്രതികളുമായി ഒരു ബന്ധവുമില്ലെന്ന് ജിതിൻ പറയുന്നു. അവരെ ആരെയും അറിഞ്ഞൂടാ. എനിക്ക് ആകെപ്പാടെ അറിയാവുന്ന സ്വാതി ജിതൻ എന്ന് പറയുന്നത് എൻ്റെ വൈഫ്. അത് ട്രൂ കോളറിൽ വന്നതാണെന്ന് ഒരു ബന്ധവുമില്ല, യാതൊരുവിധ ബന്ധവുമില്ല. തെലങ്കാനയിലെ 5 കേസുകൾക്ക് പുറമെ എറണാകുളം, ബംഗളൂരു, പൂനെ, കൊലാപ്പൂർ, സിലിഗുരി, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, പഞ്ചാബ് തുടങ്ങി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 35 കേസുകളാണ് ഉള്ളത്. ജിതിൻ കുറ്റം സമ്മതിച്ചെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസിന്റെ അവകാശവാദം. എന്നാൽ ബാങ്ക് അക്കൗണ്ടോ ഫോൺ കോൾ വിശദാംശങ്ങളോ പോലീസ് പരിശോധിച്ചിട്ടില്ല. മൊബൈൽ നമ്പറിന്റെ ഇപ്പോഴത്തെ ഉടമയിലേക്ക് അന്വേഷണം എത്താത്തതിലും ദുരൂഹതയുണ്ട്. ഈ തെലങ്കാന പോലീസ് തന്നെ ഇവിടെ വന്നിട്ട് അവർ നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ്റെ മെത്തേഡ് അവർ യൂസ് ചെയ്തിട്ടില്ല. അവരിവിടെ വന്ന് പുള്ളിയുടെ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ തന്നെ പ്രതി. ആളുകളുടെ കാഴ്ചപ്പാട് എന്നെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. മാനസിക നില തെറ്റി ആത്മഹത്യയുടെ ആ ഒരു രീതിയിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. കാര്യം ഈ ഒരു സിമ്മും അഡ്രസ്സിൻ്റെയും പേര് മാത്രം ഞാൻ പൈസ എടുത്തു, എൻ്റെ അക്കൗണ്ടിലോട്ട് അന്നേരവും പൈസ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. മൊബൈൽ ഫോൺ നമ്പർ അടിക്കടി മാറ്റുകയും ഉപയോഗിച്ചിരുന്നവ ഉടമസ്ഥാവകാശം മാറ്റാതെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഫ്രീ സിം കിട്ടുമ്പോൾ കുറച്ചുനാൾ ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്നവരുമുണ്ട്. അവർക്കൊക്കെ ഒരു പാഠമാകണം ജിതിൻ എന്ന ചെറുപ്പക്കാരൻ്റെ അവസ്ഥ. ഒപ്പം ഒരു തെറ്റും ചെയ്യാതെ വേട്ടയാടപ്പെടുന്ന ജിതിനും കുടുംബത്തിനും നീതിയും ഉറപ്പാകണം. VV അരുൺ, ന്യൂസ് 18, കൊല്ലം. സൈബർ തട്ടിപ്പ് കേസിൽ പ്രതിയാക്കപ്പെട്ട ജിതിൻ നേരിടേണ്ടി വന്നത് സമാനതകളില്ലാത്ത മനുഷ്യാവകാശ ലംഘനമാണ്. തട്ടിക്കൊണ്ടുപോകലിന് സമാനമായായിരുന്നു ജിതിനെ തെലങ്കാന പോലീസ് കേരളത്തിൽ നിന്ന് കടത്തിയത്. അതിനു മുൻപ് 2 ദിവസം ആരെയും അറിയിക്കാതെ കൊല്ലത്ത് ഹോട്ടലിൽ ബന്ദിയാക്കി. നിയമസഹായം നിഷേധിച്ച് ജയിലിൽ അടച്ചു. പോലീസ് ഭീകരതയുടെ നടുക്കുന്ന ഓർമ്മകളിലാണ് ആ കുടുംബം ഇപ്പോൾ കഴിയുന്നത്. ഈ മാസം 14-നായിരുന്നു ജിതിനെ തേടി ഒരു സംഘം വീട്ടിലെത്തിയത്. തെലങ്കാന പോലീസ് എന്ന് പരിചയപ്പെടുത്തി. 14-ാം തീയതി സംഭവിച്ചത് ഒരു സിനിമാ കഥ അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിൽ നിന്ന് എണീറ്റ് വന്നാണൊക്കെ പറയാൻ പറ്റും. കാര്യം അവർ വന്നു, ഒരു ഐഡി കാണിച്ച് തെലങ്കാന പോലീസിൽ നിന്നാണെന്ന് പറഞ്ഞു, ഇന്നണക്കൊരു ഇൻവെസ്റ്റിഗേഷൻ ആണെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവരുടെ അടുത്ത് കയറിയിരിക്കാൻ പറഞ്ഞു. അവർ ഹിന്ദിയിലാണ് സംസാരിച്ചത്. കയറി ഇരുന്നപ്പോൾ തന്നെ അവരെൻ്റെ അടുത്ത് ഫോൺ എടുക്കാൻ പറഞ്ഞ് അമ്മയെ കൊണ്ട് ഞാൻ അകത്ത് കയറാൻ സമ്മതിച്ചില്ല. എൻ്റെ പേഴ്സും ഫോണും എല്ലാം അവരെടുത്ത് ലോക്ക് അഴിപ്പിച്ച് അവരതിനകത്തുള്ള ഡീറ്റെയിലുകൾ നോക്കുന്നുണ്ടായിരുന്നു. അത് എന്താണെന്നുള്ളത് അറിഞ്ഞൂടെ. വന്നപ്പോഴേ ചോദിച്ചത് ജിതിൻ ശ്രീകുമാർ, ഇന്നണക്കൊരു അഡ്രസ്സ്, ഇത് നിങ്ങളുടെ ആണോ എന്ന് ചോദിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ ജിതിന്റെ അമ്മ അലറിക്കരഞ്ഞു. സഹായത്തിന് നാട്ടുകാരെ വിളിച്ചു. അത് ആരോടും പറയണ്ടേ മോനെ, അമ്മ ചിറ്റപ്പനെ വിളിച്ചൊന്ന് പറ. അപ്പോൾ എനിക്ക് ഫോൺ വിളിച്ചിട്ട് കിട്ടാഞ്ഞ് ഞാൻ എവരേക്കാളും മുമ്പേ അപ്പുറത്ത് വീട്ടിൽ പോയി പറഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടെ, ഞാൻ പറഞ്ഞു എൻ്റെ മോനതാ 2 പേര് പിടിച്ചോണ്ട് പോകുന്നു, എന്തുവാന്ന് അന്വേഷിക്കണം ഒന്നും പറയാതെ അവർ പോവുക കൊണ്ടുവന്ന്. അന്നേരം അവരെല്ലാവരും കൂടെ ഇറങ്ങി വന്ന് തടഞ്ഞു. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം തെലങ്കാനയിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന് ആദ്യം പറഞ്ഞു. എന്നാൽ ആരെയും അറിയിക്കാതെ 2 ദിവസത്തോളം കൊല്ലത്ത് തുടർന്നു. ഇവിടുന്ന് നേരെ ഡീഫോൾട്ടിൽ പോയി അന്ന് ശനിയാഴ്ച രാത്രി മൊത്തം അവിടെ, ഞായറാഴ്ച പകലും രാത്രിയും ഡീഫോൾട്ടിലായിരുന്നു. തിങ്കളാഴ്ച രാവിലെയാണ് എന്നെ കൊണ്ടുപോകുന്നത്. കസ്റ്റഡിയിലെടുത്ത് 3-ാം ദിവസം തെലങ്കാനയിലേക്ക് കൊണ്ടുപോയി. ജിതിന്റെ ഭാര്യ സഹോദരൻ ദീപക് പിന്നാലെ തെലങ്കാനയിലെത്തി. അവിടെ നടന്ന സംഭവങ്ങൾ ദീപക് പറയും.
നമ്മൾ ഏർപ്പാടാക്കിയ വക്കീലിനെ കണ്ട്. അപ്പോൾ വക്കീലിനെ കണ്ട വക്കീൽ പറഞ്ഞത് രാത്രി ജാമ്യം എടുക്കാൻ പറ്റിയാണ്, പക്ഷേ അവർ ഡിലേ ചെയ്ത് കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ വക്കീലിന് പറഞ്ഞു കൊടുത്തില്ല. വക്കീലിനെ മാക്സിമം താമസിപ്പിക്കാൻ നോക്കി. പിന്നെ പിറ്റേ ദിവസം വക്കീൽ അടുത്ത ജാമ്യം സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് പിന്നെയും പോലീസുകാർ വീണ്ടും കേസ് ആ സർക്കിളിൽ തന്നെയുള്ള ഈ സെയിം അക്കൗണ്ടിലോട്ട് ട്രാൻസാക്ഷൻ ഫ്രോഡ് നടന്നിട്ടുണ്ട് ഒത്തിരി. അതിൽ വീണ്ടും ഒരു കേസ് പുള്ളിക്കാരൻ്റെ തലയിൽ വെച്ച് പിന്നെയും ബെയിൽ ഡിലേ ആക്കി. അന്വേഷണത്തിന്റെ ഭാഗമായി ജിതിനിൽ നിന്ന് പിടിച്ചെടുത്ത ക്രെഡിറ്റ് കാർഡും തിരിച്ചറിയൽ രേഖകളും ഇപ്പോഴും തെലങ്കാന പോലീസിന്റെ കസ്റ്റഡിയിലാണ്. പക്ഷേ ഇതേ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇന്നലെ കൊച്ചിയിൽ നടന്നത് 4600 രൂപയുടെ പർച്ചേസ്. അനധികൃതമായി കസ്റ്റഡിയിൽ വെച്ചതിനും ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലടച്ചതിനും തെലങ്കാന പോലീസിനെതിരെ ജിതിന്റെ കുടുംബം നിയമ നടപടി തുടങ്ങിക്കഴിഞ്ഞു. ഒപ്പം യഥാർത്ഥ പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് കേരള പോലീസിലും പരാതി നൽകി. വി അരുൺ, ന്യൂസ് 18, കൊല്ലം. ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന ഞങ്ങളുടെ റിപ്പോർട്ടർ വി അരുൺ ചേർന്നു കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, കടുത്ത മനുഷ്യാവകാശ ലംഘനത്തിന്റെ ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ പുറത്തു കൊണ്ടുവരുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു സാധാരണക്കാരായ മനുഷ്യൻ വലിയ തരത്തിൽ ചതിക്കപ്പെട്ടതിന്റെ തട്ടിപ്പിനിരയായതിന്റെ വാർത്ത എന്ന് തന്നെ പറയാം. ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? നമ്മുടെ നാട്ടിലെ അത്ഭുതം തോന്നുന്ന ഒരു വാർത്ത കൂടിയാണിത്. അത്രമാത്രം വലിയ പീഡനമായിരിക്കാം ആ ഒരു കുടുംബം മുഴുവൻ അനുഭവിച്ചത്. ആ വാർത്തയാണ് നമ്മളിപ്പോൾ പുറത്തു കൊണ്ടുവരുന്നത്. എന്താണ് ജിതിന്റെ കഥ, അരുൺ? ഭവ്യ, ഒരു വൈകുന്നേരം വീട്ടിലേക്ക് 3 പേർ എത്തുന്നു. അവർ തെലങ്കാന പോലീസിലെ ഉദ്യോഗസ്ഥരെന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു. തിരിച്ചറിയൽ രേഖ ആവശ്യപ്പെടുമ്പോൾ മൊബൈൽ രേഖ കാണിക്കുന്നു. അവിടെ നിന്ന് നിങ്ങൾ ഒരു സൈബർ തട്ടിപ്പ് കേസിലെ പ്രതിയാണ്, നിങ്ങളുടെ മൊബൈൽ നമ്പറാണോ ഇതെന്ന് നമ്പർ കാണിച്ച് ചോദിക്കുന്നു. ആ നമ്പർ അവർക്ക് ഓർമ്മയില്ല. ഭാര്യയുടെ പേര് ട്രൂ കോളറിൽ ഈ ജിതിൻ്റെ ഭാര്യയുടെ പേര് വരുന്നു. അങ്ങനെയാണ് ആ നമ്പർ അവർ ഓർത്തെടുക്കുന്നത്. ഏതായാലും അവിടെ നിന്ന് പോലീസ് ജിതിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ആ അമ്മ ദുർബലയെങ്കിലും അവർ ബഹളമുണ്ടാക്കുന്നു, നാട്ടുകാരെ കൂട്ടുന്നു. നാട്ടുകാർ പോലീസിനെ തടഞ്ഞു വയ്ക്കുന്നു. കൊല്ലം വെസ്റ്റ് പോലീസ് വിവരം അറിയിക്കുന്നു. സാധാരണഗതിയിൽ തെലങ്കാനയല്ല മറ്റേത് സംസ്ഥാനത്തൊരു പോലീസ് മറ്റൊരു സംസ്ഥാനത്ത് വന്ന് അവിടെ ഒരു പ്രതിയെ പിടിക്കാൻ വന്നാൽ ആ ലോക്കൽ സ്റ്റേഷനിൽ അറിയിച്ചിരിക്കണം. അങ്ങനെ അറിയിക്കാതെയാണ് ഈ പോലീസ് വന്നതെന്ന് അതോടെ വ്യക്തമായി. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഈ തെലങ്കാന പോലീസ് എന്ന് പറയുന്ന ആളുകൾക്ക് അവരെ കാണിക്കാൻ രേഖകളുണ്ടായിരുന്നു. ജിതിനെ ഈ കേസിൽ പ്രതിയെ സ്ഥാപിക്കാനുള്ള തെളിവുകൾ അവർ അവിടെ ഹാജരാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ജിതിനെയും കൊണ്ട് പോലീസിന് വേണമെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടിയൊക്കെ ഈ പ്രതിരോധിക്കാനാകുമായിരുന്നു. ഏത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്ന കാര്യമൊക്കെ ചോദിക്കാം. പക്ഷേ മറ്റു സംസ്ഥാനത്തെ പോലീസ് വരുമ്പോൾ ഈ കേരള പോലീസ് ഇയാളെ വിട്ടുകൊടുക്കുകയായിരുന്നു. അവിടെ നിന്ന് കൊല്ലം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങി തെലങ്കാനയിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് പോലീസ് അവിടെ നിന്ന് മടങ്ങി. വീട്ടുകാർ അങ്ങനെ അവരുടെ വീട്ടിലേക്ക് മറ്റുള്ളവർ പോവുകയും ചെയ്തു. പക്ഷേ അവിടെ 2 ദിവസത്തോളം കൊല്ലം തങ്കശ്ശേരിയിലെ ഒരു ഹോട്ടലിൽ ജിതിനെ പാർപ്പിച്ചു. അത് തികച്ചും അനധികൃതമായ കസ്റ്റഡിയാണ്. ട്രാൻസിറ്റ് വാറണ്ട് വാങ്ങിപ്പോകുമ്പോൾ അടുത്ത ദിവസം എത്രയും വേഗം അടുത്ത ഈ ക്രൈം നടന്ന കോടതിയിൽ ഹാജരാക്കണം, അല്ലെങ്കിൽ ആ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള കോടതിയിൽ ഹാജരാക്കണമെന്നാണ് നിയമം. പക്ഷേ അതൊന്നും പാലിക്കാതെ 2 ദിവസത്തോളം തീർത്തും അനധികൃതമായ കസ്റ്റഡിയിൽ ജിതിനെ കൊല്ലത്ത് തങ്കശ്ശേരിയിൽ താമസിപ്പിച്ചു. അവിടെ നിന്ന് 3-ാം ദിവസം 16-ാം തീയതി തെലങ്കാനയിലേക്ക് കൊണ്ടുപോയി. അപ്പോഴും നിയമസഹായം കൊടുക്കുന്നതിൽ പോലും കൃത്യമായ വലിയ വീഴ്ച ഈ തെലങ്കാന പോലീസ് സംഘം വരുത്തി. അതായത് ജിതിൻ്റെ കുടുംബം ഒരു വക്കീലിനെ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ആ വക്കീലിനോട് എവിടെയാണ് ഏത് സ്റ്റേഷനിലാണ് കേസ്, ഏത് കോടതിയിലാണ് ഹാജരാക്കാൻ പോകുന്നത് വിവരങ്ങൾ പോലും മറച്ചു വെച്ചുകൊണ്ട് ജിതിനെ തെലങ്കാനയിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. അവിടെ ആ മജിസ്ട്രേറ്റ് കുറേ നേരം വക്കീലിന് വേണ്ടി കാത്തു നിന്നു. പക്ഷേ വക്കീലില്ലാത്തതുകൊണ്ട് തന്നെ സ്റ്റേഷനിലേക്ക് അയക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജുഡീഷ്യൽ കസ്റ്റഡി വിടുകയായിരുന്നു. അടുത്ത ദിവസം ഒരു കേസ് കൂടി ജിതിൻ്റെ തലയിൽ ഇവർ ചാർത്തിക്കൊടുക്കുന്നു. ജിതിൻ അങ്ങനെ 7 ദിവസം ജയിലിൽ കിടക്കുന്നു. ജിതിൻ്റെ എല്ലാ രേഖകളും ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും അടക്കം പോലീസ് പിടിച്ചു വയ്ക്കുന്നു. അങ്ങനെ തട്ടിക്കൊണ്ടുപോകുന്ന സമാനമായ കസ്റ്റഡിയിലാണ് ജിതിൻ ഇവിടെ നിന്ന് തെലങ്കാനയിലേക്ക് പോകുന്നത്. എല്ലാ തരത്തിലുള്ള നിയമങ്ങളും ലംഘിച്ചു. മനുഷ്യാവകാശ ലംഘനം കടുത്ത രീതിയിൽ നടന്നു. ഇത് ഈ വാർത്തയുടെ ഒരു വശമാണ്. പക്ഷേ ജിതിൻ്റെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച ഉണ്ടായി നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ജിതിൻ 2015 2019 ഉപേക്ഷിച്ച ഒരു സിമ്മുണ്ട്. സിം ഉപേക്ഷിക്കുമ്പോൾ അതിൻ്റേതായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരുന്നില്ല. ആ സിമ്മാണ് പിന്നീട് മറ്റൊരാളുടെ പേര് വന്നിട്ട് പോലും ജിതിനിലേക്ക് ഈ കേസ് കൊണ്ടുവന്ന് എത്തിച്ചത്. സാധാരണക്കാർ പല ആളുകളും നമ്മളുൾപ്പെടെ പല ആളുകളും വരുത്തുന്ന ഒരു ലളിതമായി കാണുന്ന ഒരു കാര്യമാണ്. ഒരു സിം ഉപയോഗിക്കുന്നു, പിന്നീടത് കൃത്യമായി ഉടമസ്ഥാവകാശം മാറ്റാതെ ആ രേഖകളൊന്നും ഈ പ്രൊവൈഡിംഗ് അതോറിറ്റിക്ക്, അതായത് സിം നൽകുന്ന സേവനദാതാക്കൾക്ക് നൽകാതെ സിം ഉപേക്ഷിക്കുന്നു. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ജിതിൻ നേരിടേണ്ടി വന്നത് എന്നതൊരു വസ്തുതയാണ്. അത്തരം നിരവധി ആളുകളുണ്ട്. ഈ ജിതിൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ ഭയാനകമാണ്. കാരണം ഇപ്പോൾ 2 കേസിൽ പ്രതിയായിരിക്കുന്നു. തെലങ്കാനത്തിന് 6 കേസുകളുണ്ട്. 35 തട്ടിപ്പ് കേസുകളാണ്
എറണാകുളത്തേതുൾപ്പെടെ 35 തട്ടിപ്പ് കേസുകളാണ് ഇതിനകം ഉണ്ടായിരുന്നത്. പല സംസ്ഥാനങ്ങളിലാണത്. ഇത്തരം കേസുകളിലൊക്കെ വേണമെങ്കിൽ ഇതിന് പ്രതിയാക്കപ്പെടാവുന്ന സാഹചര്യമുണ്ട്. കടുത്ത മനുഷ്യാവകാശ ലംഘനം. പക്ഷേ ചെയ്തു പോയ അറിയാതെ ചെയ്ത ഒരു വീഴ്ചയ്ക്ക്, അത് ഒരു സിം എടുത്ത് പിന്നീട് അത് ഉടമസ്ഥാവകാശം മാറ്റാതെ പറ്റിയൊരു വീഴ്ചയ്ക്ക് വലിയ വിലയാണ് ജിതിനും കുടുംബവും നൽകേണ്ടി വരുന്നത്. അതിനാണ് അവർ സർക്കാരിൻ്റെ കൂടി സഹായം തേടുന്നത്. അതാണ്, ചെറിയൊരു വീഴ്ചയാണ് ഇപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വന്നത്. ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വാർത്ത കൂടിയാണ്. അത്തരത്തിലൊരു അബദ്ധങ്ങളിലേക്ക് നമ്മൾ ആരും ചെന്ന് പെടാതിരിക്കണം. കാരണം വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും ജിതിനൊപ്പം ഞങ്ങളുമുണ്ട്. ജിതിന് നീതി ലഭിച്ചേ മതിയാകൂ. വി വി അരുണാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. മറ്റു വാർത്തയിലേക്ക്. ക്യാപ്റ്റൻ മാറിയിട്ടും ഇന്ത്യയ്ക്ക് ജയിക്കാനായില്ല. സിഡ്നിയിലെ 5ാം ടെസ്റ്റിന്റെ 3ാം ദിവസം ഇന്ത്യയ്ക്ക് ഓസ്ട്രേലിയയോട് തോൽവി. 6 വിക്കറ്റിനാണ് ഇന്ത്യ തോറ്റത്. ഇതോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള ഇന്ത്യയുടെ സാധ്യത അവസാനിച്ചു. എൽദോ പോൾ പുതുശ്ശേരി നൽകും കൂടുതൽ വിവരങ്ങൾ. എൽദോ, ചെറിയ വേദനയുണ്ടാക്കുന്ന വാർത്തയാണ്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരമാണോ ഇന്ത്യക്ക് നഷ്ടമാകുന്നത്? സാധ്യത മങ്ങിയോ എന്ന് മനസ്സിലാക്കണം. ഇന്നത്തെ മത്സരത്തിൽ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ വളരെ പ്രാധാന്യത്തോടുകൂടി കണ്ടൊരു മത്സരമാണ് 5ാമത്തെ ടെസ്റ്റ് പരമ്പര. പ്രത്യേകിച്ചും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് സ്ഥാനം നിലനിർത്തുക മാത്രമല്ല അതിനേക്കാൾ ഉപരിയായിട്ടുള്ളൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കാര്യം ബോർഡർ ഗവാസ്കർ ട്രോഫി. ഏതാണ്ട് 10 വർഷമായി ഇന്ത്യ നിലനിർത്തുന്നതാണ്. ആ ബോർഡർ ഗവാസ്കർ ട്രോഫി കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്കായിരുന്നു ഇന്നത്തെ മത്സരം. അപ്പോൾ അത് തന്നെ ഓസ്ട്രേലിയ അത് നേടിയെടുത്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓസ്ട്രേലിയൻ ടീം അംഗങ്ങൾ അന്ന് പെർത്തിൽ തോൽവി നേരിട്ടപ്പോൾ ഏവരും വിമർശിച്ച ഓസ്ട്രേലിയൻ സംഘമല്ല പിന്നീട് ഈ പരമ്പരയിൽ ഉടനീളം കണ്ടത്. കാരണം ആ ഒരൊറ്റ മത്സരത്തിലെ ഇന്ത്യയുടെ ജയം മാറ്റി നിർത്തിയാൽ ഒരു സമനില ഇന്ത്യക്ക് സ്വന്തമായി എന്നതിനപ്പുറത്തേക്ക് ബാക്കിയുള്ള 3 മത്സരങ്ങളിലും അതിഗംഭീരമായിട്ടുള്ള ജയമാണ്. ഒരു ക്ലിനിക്കൽ ജയം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന തരത്തിലാണ് ഓസ്ട്രേലിയ പരമ്പരയിൽ ജയം സ്വന്തമാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇന്നത്തെ ജയം കണക്കാക്കുകയാണെങ്കിൽ ഇന്ത്യൻ ബാറ്റർമാരെ വളരെ വിദഗ്ധമായി തന്നെ ആദ്യ ഇന്നിംഗ്സിൽ 4 റൺസിന്റെ ലീഡ് എടുത്ത ഇന്ത്യയാണ് ഇത്തരത്തിൽ ദയനീയമായി പരാജയപ്പെട്ടത് എന്ന് ഓർക്കുക. അത്രമാത്രം ഗംഭീരമായി ഓസ്ട്രേലിയൻ ടീമിന്റെ പ്രകടനത്തെ നമ്മൾ വിലയിരുത്തിയ മതിയാകും. ഇന്ത്യൻ ടീം അംഗങ്ങളുടെ ബാറ്റിംഗ് പ്രകടനമാണ് ഇതിൽ ഏറ്റവും നിർണായകമായത്. ഇന്ത്യൻ ടീം അംഗങ്ങൾ ഓസ്ട്രേലിയൻ പേസർമാർക്ക് മുന്നിൽ പൂർണ്ണമായും വിലംബരിച്ചായി. പ്രത്യേകിച്ചും ബോളേഴ്സിന്റെ 6 വിക്കറ്റ് പ്രകടനമാണ് ഈ മത്സരത്തിൽ ഏറ്റവും നിർണായകമായത്. ഇന്ത്യൻ ബാറ്റർമാരിൽ ഋഷഭ് പന്തിനെ ഒഴിച്ചു നിർത്തിയാൽ ഋഷഭ് പന്തിന്റെ ഒരു അതിവേഗ അർദ്ധ സെഞ്ചുറി 29 പന്തിലെ അർദ്ധ സെഞ്ചുറി മാത്രമാണ് ഇന്ത്യൻ ബാറ്റിംഗിൽ എടുത്തു പറയാൻ ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം ഇന്ത്യൻ ബാറ്റർമാർ ഒരു അമിതാവേശത്തിൽ വീണുപോവുകയോ അല്ലെങ്കിൽ ഈ ഓസ്ട്രേലിയൻ പേസർമാർക്ക് മുന്നിൽ അനാവശ്യ ഷോട്ടുകൾ കളിച്ച് വിക്കറ്റുകൾ നശിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഓസ്ട്രേലിയ കൃത്യമായിട്ടുള്ള മേധാവിത്വം നേടിയെടുത്തു. നേടിയെടുത്ത സാഹചര്യത്തിലാണ് ഇന്ത്യക്ക് ഈ മത്സരം നഷ്ടമാകുകയും ഒപ്പം പരമ്പരയും നഷ്ടമാകുന്നത്. ഓസ്ട്രേലിയ അങ്ങനെ 3-1 പരമ്പര സ്വന്തമാക്കുന്നത്. ഒരു മത്സരം സമനിലയിൽ അവസാനിച്ചിരുന്നു. ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പര ബോർഡർ ഗവാസ്കർ ട്രോഫി അങ്ങനെ ഓസ്ട്രേലിയ സ്വന്തമാക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ ബോളർ ജസ്പ്രീത് ബുംറ ഉണ്ടായിരുന്നില്ല. അതും ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായി. ജസ്പ്രീത് ബുംറയുടെ പരിക്ക് നമുക്കറിയാം. ഇന്നലെ തന്നെ ജസ്പ്രീത് ബുംറ പരിക്കിനെ തുടർന്ന് ആശുപത്രിയിൽ സ്കാനിങ്ങിന് വിധേയനാവുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം ഒക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലൊരു മോശപ്പെട്ട സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഓസ്ട്രേലിയയുടെ പ്രൊഫഷണലിസ്റ്റിനൊപ്പം നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്താണെങ്കിലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഒരു ദൂരവ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾക്ക് സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ സമീപ കാലത്തെ ഇന്ത്യയുടെ പ്രകടനം, പ്രത്യേകിച്ചും ഇന്ത്യയിൽ നടന്ന ഇന്ത്യ ന്യൂസിലാൻഡ് പരമ്പര നമുക്ക് ഓർമ്മയുണ്ട്. ആ പരമ്പരയിലെ മോശം പ്രകടനം ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പോയി പരമ്പര നഷ്ടമാകുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിക്കപ്പെടും. ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻസിയെ ചൊല്ലി, ഇന്ത്യയുടെ സീനിയർ താരങ്ങളുടെ ഫോമിനെ ചൊല്ലി, അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളിൽ ഉറപ്പായും തന്നെ ചർച്ചകളുണ്ടാകും. അപ്പോൾ ജസ്പ്രീത് പ്ലെയർ ഓഫ് ദി സീരീസായി മാറി എന്നുള്ളത് മാത്രമാണ് ഇന്ത്യക്ക് ആശ്വസിക്കാൻ ഈ പരമ്പരയിൽ നിന്നുള്ളത്. തീർച്ചയായും വ്യക്തമാണ്. ക്യാപ്റ്റൻ മാറിയിട്ടും ഇന്ത്യക്ക് ജയിക്കാനായില്ല. സിഡ്നിയിലെ 5ാം ടെസ്റ്റിന്റെ 3ാം ദിവസം ഇന്ത്യക്ക് ഓസ്ട്രേലിയയോട് തോൽവി. എൽദോ പോൾ പുതുശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. പാകിസ്ഥാൻ രൂപീകരണത്തെ കൂടുതൽ പിന്തുണച്ചത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരായിരുന്നു എന്ന പാലോളി മുഹമ്മദ് കുട്ടിയുടെ പരാമർശത്തിനെതിരെ പ്രതിഷേധം ഉയരുന്നു. CPM മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പുറത്തിറങ്ങിയ മതേതര മലപ്പുറം മുന്നോട്ട് എന്ന സപ്ലിമെന്റിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിലായിരുന്നു വിവാദമായ ഈ പരാമർശം. സൗമ്യദീപ്തം പാലോളി ജീവിതം എന്ന തലക്കെട്ടിൽ
സപ്ലിമെന്റിൽ പാലോളി മുഹമ്മദ് കുട്ടിയുടെ അഭിമുഖം പ്രസിദ്ധീകരിച്ചിരുന്നു. ജില്ലയിൽ പാർട്ടിയുടെ രൂപീകരണവും ആദ്യകാല പ്രവർത്തന ചരിത്രവുമെല്ലാം സമഗ്രമായി ഉൾക്കൊള്ളുന്നതായിരുന്നു അഭിമുഖം. മുസ്ലിം ലീഗിന് വലിയ അപ്രമാദിത്വം വരാനുള്ള കാരണമെന്താണ് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെതായി നൽകിയ മറുപടിയാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. അത് ഇപ്രകാരമാണ്: മുസ്ലിം ലീഗ് മുന്നോട്ട് വച്ചത് പാകിസ്ഥാൻ വാദമായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ ആവശ്യം ഉന്നയിച്ചത് മലപ്പുറം ജില്ലയിൽ നിന്നുമായിരുന്നു. അന്ന് മുസ്ലിം സമുദായത്തിലുള്ള പ്രമാണിമാരായ ആളുകൾ ബ്രിട്ടീഷ് അനുകൂലികളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഉന്നയിച്ച പാകിസ്ഥാൻ വാദത്തിന് അനുകൂലമായ നിലപാട് ബ്രിട്ടീഷുകാരിൽ നിന്ന് ലഭിച്ചു. അന്ന് ലീഗിന് നേതൃത്വം കൊടുത്തിരുന്നത് KM സീതി സാഹിബ്, സത്താർ സേട്ടു എന്നിവരായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന പക്ഷം പിന്നീട് ഭരിക്കാൻ പോകുന്നത് ഹിന്ദുക്കളാണെന്നും അവരുടെ ഭരണത്തിൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നായിരുന്നു സീതി സാഹിബ് മലപ്പുറത്ത് നടന്ന മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിൽ പറഞ്ഞത്. മുസ്ലിങ്ങൾ ഇടത്തോട്ട് മുണ്ടെടുക്കുന്നവരാണ്, ഹിന്ദുക്കളാണെങ്കിൽ വലത്തോട്ടും. മുസ്ലിങ്ങൾക്ക് ചാണകം നജസാണ്, ഹിന്ദുക്കൾക്ക് പുണ്യവും. ഇങ്ങനെ വൈരുദ്ധ്യമുള്ളവർ എങ്ങനെ ഒരുമിച്ച് ഭരണം നടത്തുമെന്ന ചോദ്യമായിരുന്നു സീതി സാഹിബിനുണ്ടായിരുന്നത്. അതുകൊണ്ട് പാകിസ്ഥാൻ കിട്ടിയേ തീരൂ എന്നായിരുന്നു ലീഗിന്റെ ആവശ്യം. അഭിമുഖത്തിൽ പറഞ്ഞ ഇക്കാര്യങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമായിരിക്കുന്നത്. ഈ പ്രായത്തിലും പാലോളി മലപ്പുറത്തെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തല പാലോളി മുഹമ്മദ് കുട്ടി പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടു. വളരെ ദൗർഭാഗ്യകരമായ ഒരു പ്രസ്താവനയായി. പാകിസ്ഥാനെ ആരും ഇവിടെ അനുകൂലിക്കുന്നില്ല. പാലോളി മുഹമ്മദ് കുട്ടിക്ക് എങ്ങനെ ഒരു കണ്ടുപിടുത്തം ഉണ്ടായെന്ന് എനിക്കറിയില്ല. വളരെ ദൗർഭാഗ്യകരമാണ്. അദ്ദേഹം അത് പിൻവലിച്ച് മാപ്പ് പറയുകയാണ് വേണ്ടത്. മലപ്പുറത്തെ ജനങ്ങളൊന്നും അങ്ങനെ പാകിസ്ഥാനെ അംഗീകരിക്കുന്നവരൊന്നുമല്ല. അവരാരും അങ്ങനെ അംഗീകരിച്ചിട്ടുമില്ല. ഇത്തരം പ്രസ്താവനകൾ നമ്മുടെ നാടിന് ഗുണകരമല്ല. അത് അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന നേതാവ് അത്തരമൊരു പരാമർശം നടത്തിയത് തികച്ചും ദൗർഭാഗ്യകരമാണ്. അത് പിൻവലിക്കും. കോൺഗ്രസിന് പുറമെ മറ്റു രാഷ്ട്രീയ സംഘടനകളും സാമുദായിക സംഘടനകളും വിഷയത്തിൽ പാലോളിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ സ്വാതന്ത്ര്യത്തിന് മുൻപ് ഈ പ്രദേശത്തെ ചില സാഹചര്യങ്ങളാണ് പാലോളി മുഹമ്മദ് കുട്ടി ഉദ്ദേശിച്ചതെന്നാണ് CPMന്റെ വിശദീകരണം. ന്യൂസ് 18 മലപ്പുറം. തിരുവനന്തപുരം നഗരഭരണം പിടിക്കാൻ BJPയുടെ സർജിക്കൽ സ്ട്രൈക്ക്. മേയർ സ്ഥാനത്തേക്ക് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനെ ഉയർത്തിക്കാട്ടി മത്സരരംഗത്തേക്ക് ഇറങ്ങാൻ കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകി. മുരളീധരൻ നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തനവും തുടങ്ങി. ഈ പരീക്ഷണം ഫലം ചെയ്യുമോ എന്ന് കണ്ടെത്താൻ ലക്ഷങ്ങൾ മുടക്കി സ്വകാര്യ ഏജൻസിയെ സർവേക്കും നിയോഗിച്ചിട്ടുണ്ട്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. നിയമം വഴി നിയമസഭയിലേക്കും തൃശൂരിലൂടെ ലോക്സഭയിലേക്കും എത്തിയ BJPയുടെ അടുത്ത ലക്ഷ്യം തലസ്ഥാന നഗരഭരണമാണ്. നഗരം പിടിക്കാൻ കഴിഞ്ഞാൽ നിയമസഭയിലേക്ക് ഇവിടെ നിന്ന് തന്നെ ഒന്നിലേറെ സീറ്റുകൾ ഉറപ്പെന്നും അവർ വിശ്വസിക്കുന്നു. അതിനാലാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയുള്ള നീക്കം. ഭരണമുറപ്പിച്ചാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP തലസ്ഥാനത്തിറങ്ങിയത്. ശക്തമായ പോരാട്ടം നടത്തിയെങ്കിലും CPMനെ മറികടക്കാനായില്ല. പക്ഷേ ഇത്തവണ രണ്ടും കൽപ്പിച്ചാണ് NDAയുടെ നീക്കം. മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ മുരളീധരൻ നിയമസഭയിലേക്ക് മത്സരിച്ചത് കഴക്കൂട്ടത്താണ്. അവിടെ പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ മുരളീധരന് കഴിഞ്ഞിട്ടുണ്ട്. മുരളി മേയർ സ്ഥാനാർത്ഥിയായാൽ കഴക്കൂട്ടം മേഖലയിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. വട്ടിയൂർക്കാവ്, നേമം നിയമസഭാ മണ്ഡലങ്ങളിലെ നഗരസഭാ വാർഡുകളിൽ BJPക്ക് മേൽക്കൈയുണ്ട്. കഴക്കൂട്ടത്തും പ്രകടനം മെച്ചപ്പെടുത്താനായാൽ ഭരണം ഉറപ്പെന്നാണ് കണക്കുകൂട്ടൽ. മുരളീധരനെ മേയർ സ്ഥാനാർത്ഥിയാക്കുന്നതിനോട് സംസ്ഥാന നേതൃത്വത്തിനും ജില്ലാ BJPക്കും യോജിപ്പാണ്. കർണാടകത്തിലും മഹാരാഷ്ട്രയിലും ഇലക്ഷൻ റിസർച്ച് പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച ഏജൻസിയാണ് തലസ്ഥാനത്തും BJPക്ക് വേണ്ടി സർവേ തുടങ്ങിയത്. V മുരളീധരന്റെ സാന്നിധ്യം എത്ര കണ്ട് ഗുണം ചെയ്യുമെന്നാണ് പരിശോധിക്കുന്നത്. ഒപ്പം BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും ഇവർ മെനയും. കഴിഞ്ഞ തവണ പരാജയപ്പെട്ട വാർഡുകൾ പിടിച്ചെടുക്കാൻ പ്രത്യേക പദ്ധതിയും BJP ആരംഭിച്ചിട്ടുണ്ട്. മുരളീധരന് പുറമെ മറ്റു ചില സസ്പെൻസ് സ്ഥാനാർത്ഥികളെ കൂടി രംഗത്തിറക്കാനും ശ്രമം തുടരുകയാണ്. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തയിലേക്ക്. ഉമാ തോമസിന്റെ അപകടത്തിൽ അന്വേഷണം GCDAയിലേക്കും. മതിയായ രേഖകളില്ലാതെ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ എങ്ങനെ പരിപാടി നടത്തിയെന്ന് അന്വേഷിക്കും. ടിക്കറ്റ് നിരക്ക് ഈടാക്കാനും ആരുടെയും അനുമതി വാങ്ങിയിരുന്നില്ല.
GCDA ഉദ്യോഗസ്ഥരിൽ നിന്നും ചെയർമാനിൽ നിന്നും പോലീസ് വിവരങ്ങൾ തേടും. ഡാനി പോൾ നൽകും കൂടുതൽ വിവരങ്ങൾ. ഡാനി, ഓരോ ദിവസവും അന്വേഷണത്തിന്റെ ഓരോ തലത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തുന്നത്. ഇപ്പോൾ ഇതാ അന്വേഷണം GCDAയിലേക്കും എത്തുകയാണ്. മതിയായ രേഖകളില്ലാതെയാണ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ പരിപാടി നടത്തിയതോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ടിക്കറ്റ് നിരക്ക് ഈടാക്കാനും ആരുടെയും അനുമതി വാങ്ങിയില്ല എന്ന കാര്യത്തിലും അന്വേഷണം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഭവ്യ, ഈ പരിപാടിയുടെ സംഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്. ഇതിൽ എല്ലാത്തിലും തന്നെയും പോലീസ് അന്വേഷണം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്ര വിപുലമായ രീതിയിലേക്ക് അന്വേഷണം പോകുന്നത്. നേരത്തെ ഈ സംഘാടനത്തിൽ വന്നിരിക്കുന്ന പിഴവ് എന്നത് സംബന്ധിയായ കാര്യങ്ങൾ, അത് അവിടെ സുരക്ഷാ സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് അതിലായിരുന്നു ആദ്യത്തെ രീതിയിൽ കേന്ദ്രീകരിച്ചിരുന്നതെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടിക്ക് ആര് അനുമതി നൽകി? പ്രത്യേകിച്ച് ഈ കടലാസിൽ ഒരു രേഖയും ഒന്നും തന്നെയും ഇല്ല. ഈ പരിപാടി സംഘടിപ്പിക്കുക, അത്തരം കാര്യങ്ങളിൽ നിയമപരമായി നിലനിൽക്കേണ്ട നടപടികൾ ഒന്നും തന്നെ പാലിച്ചിട്ടില്ല എന്നത് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് ഇത്തരം ഒരു പരിപാടിക്ക് എങ്ങനെയാണ് ഈ ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം പോലുള്ളൊരു വലിയ വേദി വിട്ടു നൽകുക? അത് ആരുടെ നിർദ്ദേശപ്രകാരം നൽകി? ആരാണ് ഈ ഏത് ഉദ്യോഗസ്ഥർ ഇത്തരം അനുമതികൾ നൽകി? ചട്ടങ്ങൾ പാലിക്കാതെ മറികടന്നുകൊണ്ട് അവിടെ ഒരു സ്റ്റേജ് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാൻ ആരാണ് അനുമതി നൽകിയതെന്ന അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന GCDAയിലേക്ക് കൂടി അവരുടെ നേതൃത്വത്തിലാണ് അവർക്കാണ് ഈ സ്റ്റേഡിയത്തിൻ്റെ ചുമതലയെല്ലാം തന്നെ അവരുടെ ഉടമസ്ഥതയിലുള്ളതാണ്. അപ്പോൾ അവിടെ നിന്നുള്ള അനുമതിക്ക് പിന്നിൽ പ്രവർത്തിച്ചത് എന്തെല്ലാം കാര്യങ്ങളാണെന്നത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളുണ്ട്, പ്രത്യേകിച്ച് ഇത്തരം പരിശോധനകൾ പൂർത്തിയാക്കേണ്ട വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ ചോദ്യം ചെയ്യും. അതോടൊപ്പം തന്നെ GCD ചെയർമാനിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. ഇതിൽ ഏത് രീതിയിൽ തുടക്കത്തിൽ തന്നെ ഈ GCDA പറയുന്നുണ്ട് ഇവരെ കൃത്യമായ ഒരു അനുമതി വാങ്ങിയിരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എങ്കിൽ കൂടിയും അവിടെ ഈ സ്റ്റേജ് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ നടത്താൻ കഴിഞ്ഞത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ആ വേദിയിൽ തന്നെയും GCDA ചെയർമാൻ അടക്കം ഈ വേദിയിൽ ഉണ്ടായിരുന്നതാണ് താനും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഏത് രീതിയിലുള്ള വീഴ്ചയാണ് GCDയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നത് പരിശോധിക്കും. അതോടൊപ്പം തന്നെയാണ് ഇതിൽ ടിക്കറ്റ് ഈടാക്കുകയാണെങ്കിൽ അത് കൊച്ചിൻ കോർപ്പറേഷനിൽ നിന്നടക്കം അത് നികുതി ഒടുക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു അനുമതിയും ഉണ്ടായിരുന്നില്ല. ടിക്കറ്റ് ഓൺലൈനായി മറ്റും വിറ്റ് പോകുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഏത് രീതിയിലാണ് ഇവർക്ക് ഇങ്ങനെയൊരു നടപടിയിലേക്ക് പോകാൻ, ഇത്തരം ടിക്കറ്റ് അടക്കം ഈടാക്കാനുള്ളൊരു ധൈര്യം കിട്ടിയത്? ഇതെല്ലാം തന്നെ പരിശോധിക്കുന്നു. ഒപ്പം മറ്റൊന്ന് കൂടി ഉയർന്നു വരുന്നത് നൃത്ത അധ്യാപകരുടെ റോൾ ഇതിൽ എന്തായിരുന്നു എന്നതാണ്. കാരണം ഓരോ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് നൽകുന്നതിന് ഇവർക്ക് കമ്മീഷൻ നൽകിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് അടക്കം ഉണ്ട് എന്നുള്ള പരാതികളും ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആകെ പരിശോധിച്ചുകൊണ്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പോലീസ് ഒരുങ്ങുകയും ചെയ്യുന്നത്. ഏതായാലും അറസ്റ്റിലായവർക്ക് അടക്കം ഇപ്പോൾ ജാമ്യം നൽകിയിട്ടുണ്ട്. അവർക്ക് ഈ ചൊവ്വാഴ്ച വരെയുമാണ് അവർക്ക് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ചൊവ്വാഴ്ച കോടതി അത് വീണ്ടും പരിഗണിക്കുകയും ചെയ്യും. അതിന് മുൻപായിട്ട് ഇത്തരം കാര്യങ്ങൾ പ്രാഥമികമായ അന്വേഷണം പൂർത്തിയാക്കിക്കൊണ്ട് പോലീസ് അവരുടെ ജാമ്യം എതിർത്തുകൊണ്ട് കോടതിയിലേക്ക് എത്താൻ തന്നെയാണ് സാധ്യതയുള്ളത്. ഭവ്യ, ശരി, ഡാനി പോളാണ് വിശദ വിവരങ്ങൾ നൽകിയത്. ഉമാ തോമസ് MLA വീണ് പരിക്കേറ്റ സംഭവത്തിൽ കോർപ്പറേഷനും സംഭവിച്ചത് ഗുരുതര വീഴ്ച. സുരക്ഷ ഉറപ്പാക്കാനുള്ള PPR ലൈസൻസ് ഇല്ലാതെ കോർപ്പറേഷൻ പരിപാടികൾക്ക് അനുമതി കൊടുക്കുന്നതായി പ്രതിപക്ഷ കൌൺസിലർമാർ ആരോപിക്കുന്നു. നഗരത്തിൽ ഇത്രയും വലിയൊരു പരിപാടി നടക്കുമ്പോൾ അറിയാത്തത് മേയറുടെ ഉത്തരവാദിത്വമില്ലായ്മയാണെന്നാണ് കൌൺസിലർമാർ കുറ്റപ്പെടുത്തുന്നത്. കലൂർ സ്റ്റേഡിയത്തിൽ നിന്നും വീണ് ഉമാ തോമസ് MLAയ്ക്ക് പരിക്കേറ്റ സംഭവത്തിൽ വീഴ്ച ആരുടേതെന്ന ചോദ്യത്തിന് വകുപ്പുകളുടെ പരസ്പരം പഴിചാരൽ അവസാനിക്കുന്നില്ല. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്ത് തൽക്കാലം മുഖം രക്ഷിച്ചിരിക്കുകയാണ് കോർപ്പറേഷനും GCDAയും. ടിക്കറ്റ് നിരക്ക് ഈടാക്കിയുള്ള പ്രദർശന പരിപാടികൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും PPR ലൈസൻസ് അഥവാ പ്ലേസ് ഓഫ് പബ്ലിക് റിസോർട്ട് റൂൾ നിർബന്ധമാണ്. എന്നാൽ കൊച്ചി കോർപ്പറേഷന് കീഴിൽ ഈ സംവിധാനം നടപ്പാക്കുന്നില്ല. PPR ലൈസൻസ് നേടുന്നതിലൂടെ പരിപാടിയുടെ സുരക്ഷ ഉറപ്പാക്കാനാകും. ഫയർ ആൻഡ് സേഫ്റ്റി, സ്ട്രക്ചർ സ്റ്റെബിലിറ്റി ഉൾപ്പെടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാൽ മാത്രമേ PPR ലൈസൻസ് ലഭിക്കൂ. കൊച്ചി നഗരസഭയിൽ ആകെ PPR ലൈസൻസ് നൽകിയിട്ടുള്ളത് ISL മത്സരങ്ങൾക്ക് മാത്രമാണ് PPR ലൈസൻസ് നൽകിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ നഗരസഭ ചെയ്യുന്നത് റവന്യൂ വിഭാഗം വിനോദ നികുതി അടപ്പിച്ചുകൊണ്ട് ഇവർക്ക് PPR ലൈസൻസ് ഇല്ലാതെ ഇവർക്ക് വിനോദ നികുതി അടച്ചുകൊണ്ട് ടിക്കറ്റ് ഇഷ്യൂ ആണ്.
നിങ്ങൾ ഈ നഗരത്തിൽ പ്രദർശനം നടത്തിക്കോളാൻ അവർ നഗരസഭ അനുമതി നൽകിയാണ്. ചുരുക്കി പറഞ്ഞാൽ PPR ലൈസൻസ് നേടിയാൽ ഒരു പരിധിവരെ അപകടങ്ങൾ ഇല്ലാതാക്കാനാകും. മൃദംഗാവിഷന്റെ പരിപാടിക്കും വീട്ടമ്മയ്ക്ക് അപകടം സംഭവിച്ച മറൈൻ ഡ്രൈവിലെ ഫ്ലവർ ഷോയ്ക്കും PPR ലൈസൻസ് ഉണ്ടായിരുന്നില്ലെന്ന് വ്യക്തം. ന്യൂസ് 18 കൊച്ചി. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിനായി മുനമ്പം ജനത നടത്തുന്ന റിലേ നിരാഹാര സമരം 86ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ പ്രതിഷേധം കടുപ്പിക്കാൻ തീരുമാനം. വരാപ്പുഴ അതിരൂപതയുടെയും കോട്ടപ്പുറം രൂപതയുടെയും നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് 4 മണിക്ക് വൈപ്പിൻ മുതൽ മുനമ്പം വരെ 27 കിലോമീറ്റർ ദൂരത്തിൽ മനുഷ്യച്ചങ്ങല തീർക്കും. വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ, സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ, കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ ആംബ്രോസ് പുത്തൻവീട്ടിൽ എന്നിവർ മനുഷ്യച്ചങ്ങലയിൽ പങ്കാളികളാകും. വൈപ്പിൻകരയിലെ എല്ലാ ഇടവക സമൂഹങ്ങളിൽ നിന്നുള്ള 25,000 ജനങ്ങൾ മനുഷ്യച്ചങ്ങലയിൽ അണിനിരക്കും. ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ്. ഇന്നലെ 89,106 ഭക്തരാണ് സന്നിധാനത്ത് എത്തിയത്. 22,516 പേർ സ്പോട്ട് ബുക്കിംഗ് വഴിയാണ് മല കയറിയത്. ഇന്ന് രാവിലെയും നല്ല തിരക്ക് തുടരുകയാണ്. 8 മണിവരെ 27,171 പേർ മല കയറി. ശബരിമലയിൽ നല്ല തിരക്ക് തുടരുന്ന സാഹചര്യമാണ് ഇന്നും നമുക്ക് രാവിലെ കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒക്കെ പോലെയുള്ള തിരക്ക്, പക്ഷേ മിനിയാന്ന് ഏതാണ്ട് 1 ലക്ഷം കടന്നു. അത്രത്തോളം തീർത്ഥാടകരുടെ തിരക്ക് ഇന്നലെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. എന്നിരുന്നാൽ തന്നെയും ഇന്നിപ്പോ രാവിലെയൊക്കെ നമുക്ക് നല്ല തിരക്കാണ്. ഈ ഫ്ലൈ ഓവർ നിറഞ്ഞ് ഭക്തർ എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ തീർത്ഥാടന കാലം, ഉത്സവകാലം അവസാനിക്കാൻ ഏതാണ്ട് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഈ മകരവിളക്ക് അതിനേതാണ്ട് തിരുവാഭരണ ഘോഷയാത്ര തുടങ്ങുന്നതിനൊക്കെ ഇനിയും ഒരു ആഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. 11-ന് എരുമേലി പേട്ടതുള്ളൽ, 12-ന് തിരുവാഭരണ ഘോഷയാത്ര. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ശബരിമല തീർത്ഥാടനവുമായി പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് കടക്കുകയാണ് ഈ സന്നിധാനം. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു തിരക്ക് ഇനിയുള്ള ദിവസങ്ങളിലും തുടരും എന്നൊരു പ്രതീക്ഷയിലേക്ക് ഭക്തർ ഈ പോലീസും മറ്റും എത്തുന്നത്. എന്തായാലും മിനിറ്റിൽ ഏതാണ്ട് 75ഓളം തീർത്ഥാടകർ ഇപ്പോഴും വളരെ വേഗത്തിൽ കടത്തിവിടുകയാണ് 18ാം പടി വഴി. അങ്ങനെ അതുവഴി പരമാവധി ഭക്തരെ കടത്തിവിട്ടുകൊണ്ട് ഈ എത്തുന്ന ഭക്തർക്ക് ഒരുപാട് നേരം കാത്തു നിൽക്കാതെ, ഏതാണ്ട് അരമണിക്കൂർ അല്ലെ 1 മണിക്കൂറൊക്കെ വരെ കാത്തു നിൽക്കുന്ന നിലയിലേക്ക് മാത്രം എത്തിക്കാനുള്ള ഒരു ശ്രമകരമായ ദൌത്യമാണ് ഇവിടെ പോലീസും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തിരക്ക് തുടരുന്നു. ഞായറാഴ്ച സാധാരണഗതിയിൽ വലിയ തിരക്ക് അനുഭവപ്പെടാറില്ല. ഇന്നും ഒരുപക്ഷെ വൈകുന്നേരം എത്തിയാൽ മാത്രമേ അങ്ങനെ ഒരു അന്തിമമായ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഇന്ന് രാവിലെ പതിവ് തിരക്ക് തന്നെയാണ് ഈ ശബരിമല സന്നിധാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലമ്പൂർ ഉൾക്കാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവ് മരിച്ചു. മലപ്പുറം കരുളായി മാഞ്ചേരി പൂച്ചപ്പാറ കോളനിയിലെ മണിയാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 6:45 കാട്ടാന ആക്രമണം. പുറംലോകം സംഭവം അറിയാൻ വൈകി. രാത്രിയാണ് ഇയാളെ കാട്ടാന ആക്രമിച്ചത്. ഈ വാർത്തയിലേക്ക് എത്താം, അതിനു മുൻപ് ഇടവേള. നിലമ്പൂർ ഉൾക്കാട്ടിൽ കാട്ടാനാക്രമണത്തിൽ ആദിവാസി യുവാവ് മരിച്ചു. മലപ്പുറം കരുളായി മാഞ്ചേരി പൂച്ചപ്പാറ കോളനിയിലെ മണിയാണ് മരിച്ചത്. നമ്മൾ ആ വാർത്തയിലേക്കാണ് കടക്കുന്നത്. സിവി അനുമോദ് നൽകും വിവരങ്ങൾ. അനുമോദ്, ഏറെ ദാരുണമായ വാർത്തയാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നതും നമ്മളെ ഏറെ വേദനിപ്പിക്കുന്നതാണ്. ഇത് എവിടെയാണ് സംഭവം, എപ്പോഴായിരുന്നു? ഭവ്യ, ഇന്നലെ രാത്രിയാണ് ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്. നിലമ്പൂർ ഉൾക്കാട്ടിലാണ് ഈ കാട്ടാനയുടെ ഇന്നലെ വൈകുന്നേരം 6:15 ഈ കേസിനാസ്പദം ഈ സംഭവം ഉണ്ടായത്. മണി വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഉൾക്കാട്ടിൽ, അതായത് സാധാരണ കാടിനുള്ളിലെ ഏറ്റവും ഉൾഭാഗത്ത് താമസിക്കുന്നവരാണ് ഈ ചോലനായ്ക്കർ വിഭാഗക്കാർ. കാടിനുള്ള ഏകദേശം 20 കിലോമീറ്റർ ഉള്ളിലാണ് ഇവരുടെ താമസ സ്ഥലമുള്ളത്. അവിടേക്ക് പോകുന്ന വഴി ഇവരെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. മറ്റുള്ളവർ ചിതറിയോടി രക്ഷപ്പെട്ടു. ഇയാളുടെ കൈവശം ഉണ്ടായിരുന്ന ആ കുഞ്ഞും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പക്ഷെ കാട്ടാനയുടെ ആക്രമണത്തിൽ ഇയാൾക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. തുടർന്ന് രാത്രിയോടെയാണ് ഈ സംഭവത്തെക്കുറിച്ച്, കാട്ടാന ആക്രമിച്ചതിനെ കുറിച്ച് മറ്റുള്ളവർ അറിയുന്നതും ഇദ്ദേഹത്തെ ചുമന്ന് വാഹനം എത്തുന്ന ദൂരം വരേക്ക് കൊണ്ടുവരികയും ചെയ്തു. അതിനുശേഷമാണ് നിലമ്പൂർ താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. ജില്ലാ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇയാളുടെ ജീവൻ നഷ്ടമായി. ഏകദേശം 11 മണിയോടെയാണ്
ഇയാളെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. ഉൾക്കാട്ടിലായതുകൊണ്ട് തന്നെ ഇയാളെ പുറത്തേക്ക് കൊണ്ടുവരാൻ അല്പം ബുദ്ധിമുട്ടായിരുന്നു. വാഹനം എത്താത്ത വഴിയായിരുന്നു. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാണെങ്കിലും ഇപ്പോൾ നിലമ്പൂർ DFOയും അതടക്കം ഫോറസ്റ്റിലും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നിലമ്പൂർ ജില്ലാശുപത്രിയാണ് മണിയുടെ മൃതദേഹമുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കാട്ടിനുള്ളിൽ ഉൾക്കാട്ടിൽ നടന്ന ഒരു അപകടമായതുകൊണ്ട് തന്നെ ഇത് പുറം ലോകം അറിയാൻ ഏറെ വൈകി. അത് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കുവാനും ചികിത്സകൾ നൽകുവാനും കാലതാമസം വരുത്തി എന്നുള്ളതാണ് മരണത്തിലേക്ക് നയിച്ചതും ആദ്യഘട്ടത്തിൽ തന്നെയാണ് എന്നാണ് വിലയിരുത്തേണ്ടത്. ഭവ്യ. ശരി, CB അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. തൊടുപുഴ മുള്ളരിങ്ങാട്ടെ കാട്ടാന ശല്യം പരിഹരിക്കാൻ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ യോഗം ചേർന്നു. PJ ജോസഫ് MLA, ഡീൻ കുര്യാക്കോസ് MP എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. കാട്ടാനക്കലിയിൽ ഇടുക്കിയിൽ വീണ്ടും മനുഷ്യജീവൻ പൊലിഞ്ഞതിന് പിന്നാലെയാണ് മുള്ളരിങ്ങാട്ടെ പ്രശ്നങ്ങൾ സജീവ ചർച്ചയായത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്ന് ജനപ്രതിനിധികളും സർക്കാരും ഉറപ്പു നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾക്ക് PJ ജോസഫ് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപയും ഡീൻ കുര്യാക്കോസ് MP 8 ലക്ഷം രൂപയും അനുവദിക്കും. തുക ലഭിക്കുന്ന മുറയ്ക്ക് ജനവാസ മേഖലയിൽ അവശേഷിക്കുന്ന ഭാഗത്തെ ഫെൻസിംഗ് പൂർത്തിയാക്കും. 10 ലക്ഷം രൂപ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ, 8 ലക്ഷം രൂപ MPയുടെ മുന്നിലേക്കാണ്. പിന്നെ ബാക്കി ഫണ്ട് ഉണ്ടാകണം. അതിന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വഴിയിൽ നിന്നോ അല്ലെങ്കിൽ ഇടുക്കി പാക്കേജിൽ നിന്നും ഉണ്ടാകപ്പെട്ട എപ്പോഴും എടുക്കുകയാണ്. ഏതായാലും ഈ 10 കിലോമീറ്റർ ചെയ്യുക എന്നൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ആനകളെ തുരത്തുന്ന കാര്യത്തിൽ കോതമംഗലം മൂന്നാർ DFOമാരുമായി കൂടിയാലോചിച്ച് കർമ്മ പദ്ധതികൾ തയ്യാറാക്കുവാനും യോഗത്തിൽ തീരുമാനമായി. ഫെൻസിംഗ് സ്ഥാപിക്കുന്നതോടെ കാട്ടാനകൾ ജനവാസ മേഖലയിലെത്തുന്നത് തടയാനാകുമെങ്കിലും പാരിസ്ഥിതിക പ്രത്യേകതകൾ വനം വകുപ്പിന് ഉയർത്തുന്ന വെല്ലുവിളികൾ ചെറുതല്ല. പെരിയാർ കടന്ന് ആന വീണ്ടും വടക്കോട്ട് പോയാണെങ്കിൽ അത് ആ ലാൻഡ്സ്കേപ്പിലോട്ട്, മലക്കപ്പാറ അല്ലെങ്കിൽ കുട്ടമ്പുഴ മലയൊക്കെ വീട്ടിൽ ലാൻഡ്സ്കേപ്പിലേക്ക് ആനകൾക്ക് പോകാൻ പറ്റും. അപ്പോൾ ആന ആക്ച്വലി കുടുങ്ങിയ ഒരവസ്ഥയിലാണ് നോക്കുന്നത്. അതാണ് പെട്ടെന്ന് ആനകൾ കാലങ്ങളായിട്ട്, ഇപ്പോൾ നൂറ്റാണ്ടുകളായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു പാത പെട്ടെന്ന് അടഞ്ഞു പോയതായിട്ട് ഉണ്ട്. അവർ ഓൾറെഡി അതിന് പോകാൻ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടെങ്കിലും പ്രാക്ടിക്കലല്ല എന്നുള്ളതാണ്. അത് കൂടുതൽ പഠനങ്ങൾ നേരുമംഗലത്തിന്റെ ഏരിയയിലാണ് അതുമായിട്ട് ബന്ധപ്പെട്ട്. വനമേഖലകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വന്യമൃഗങ്ങളുടെ സഞ്ചാരപഥത്തെയും തടസ്സപ്പെടുത്തുന്നുണ്ട്. വനത്തിനുള്ളിൽ ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ലഭ്യമാക്കണമെന്നും ആനത്താരകൾ പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് 18 ഇടുക്കി. വനനിയമത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി പരിശോധന നടത്തും. ജനങ്ങൾക്ക് പ്രായോഗികമായ നിയമങ്ങൾ മാത്രമേ നടപ്പിലാക്കൂവെന്നും മന്ത്രി. ഈ മലപ്പുറം ജില്ലയിലെ നെടുങ്കയ മേഖലയിൽ ഒരു ആദിവാസി യുവാവാണ് കാട്ടാനയുടെ ആക്രമണം മൂലം കൊല്ലപ്പെട്ടത്. അത് ഉൾവനത്തിൽ നിന്നാണ് ഉണ്ടായത് എന്നത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വനത്തിനകത്തെ ആക്രമണവും വനത്തിന് പുറത്തുള്ള ആക്രമണവും രണ്ട് തരത്തിലാണ്. എന്നിരുന്നാലും ഈ കൊല്ലപ്പെട്ടത് ഒരു ആദിവാസി യുവാവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ആദിവാസി യുവാവിന് സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള ആനുകൂല്യം നൽകുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വന്യജീവി ആക്രമണം മൂലമുള്ള കൊലപാതകങ്ങൾ മരണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കണക്ക് വസ്തുതയുമായി ചേർന്ന് നിൽക്കുന്നതല്ല. 2021-ൽ 22 114 മരണമാണ് ഉണ്ടായത്. അതിപ്പോൾ വന്ന് 55-56 എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നത്. അതിൽ തന്നെ നേർപകുതിയും പാമ്പ് കടിയേറ്റതാണ് എന്ന ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനർത്ഥം തൃപ്തികരമല്ല. ഗവൺമെൻറ് ഇത് ലഘൂകരിച്ചു കൊണ്ടുവരാനും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിനുള്ള കാര്യത്തിൽ ജാഗ്രതയോടുകൂടിയ പ്രവർത്തനമാണ് നടത്തുന്നത്. വനം വകുപ്പിലെ സേനയുടെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുള്ള ശ്രമങ്ങളും നടന്നു വരികയാണ്. ഇന്ന് ഗ്ലാമർ ഇനങ്ങളുടെ ദിവസമാണ്. ഒപ്പനയും നാടകവും തകർക്കും. അനന്തകല കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഭാവിയാണ്, സോ നോ കോംപ്രമൈസ്. GTech ഇൻ അസോസിയേഷൻ വിത്ത് മിൽമ, രുചിയേറും നിമിഷങ്ങൾ.
തലസ്ഥാനത്തെ കലോത്സവ വേദികളിൽ സജീവ സാന്നിധ്യമാണ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. അതിജീവനത്തിന്റെ പാഠം കൂടിയാണ് ഈ കലോത്സവമെന്ന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ന്യൂസ് 18നോട് പറഞ്ഞു. പരാജയങ്ങളിൽ പതറരുതെന്നാണ് പുതുതലമുറയ്ക്ക് ചീഫ് സെക്രട്ടറിയുടെ ഉപദേശം. ചീഫ് സെക്രട്ടറി ഉണ്ട് നമ്മളോട്. മേഡം, എങ്ങനെയുണ്ട് തലസ്ഥാനത്തെ കലോത്സവം? തലസ്ഥാനം എന്റെ തലസ്ഥാനം കൂടിയാണല്ലോ, എന്നിട്ട് വലിയ സന്തോഷം. ഈ നമ്മള് ഇപ്പോ വയനാടിന് വേണ്ടിയുള്ള പുതിയ പ്രൊജക്ടും ടൗൺഷിപ്പും ഒക്കെ നമ്മൾ പറഞ്ഞ് അതിനുശേഷം വന്ന ഈ കലോത്സവത്തിൽ ആദ്യത്തെ വയനാട്ടിലെ ചൂരൽമലയിലെ കുട്ടികൾ വന്ന്, വെള്ളാർമലയിലെ കുട്ടികൾ വന്ന് പെർഫോം ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു തുടക്കമായി. എന്താണ് പറയാനുള്ളത്? കണ്ണു നിറയുന്നതല്ലേ ഉള്ളത്. കാരണം എത്ര ഭയങ്കരമായിട്ടുള്ള ദുരന്തമുണ്ടായാലും മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് റെസിലിയൻ്റ് ആണ്. അത് ഉണരും, എഴുന്നേൽക്കും. അതൊരു വലിയൊരു പാഠമാണ് നമുക്ക്. അപ്പോൾ ആ പാഠം എന്ന് മാത്രമല്ല, ഇത് മറക്കരുത് ഒരിക്കലും. നമ്മളെല്ലാവരും ഓർക്കാനും ഇപ്പം ഇവരുടെ സങ്കടത്തിൻ്റെ ഒപ്പം നിൽക്കാനും ഇതിൻ്റെ അകത്തുനിന്ന് നമുക്കൊരു അതിജീവനം ഉണ്ടാകും എന്നുള്ളത് വിശ്വാസം ഉണ്ടാക്കാനും സഹായിക്കുന്നതാണ്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ കുട്ടികളൊരു വൈബും കാര്യങ്ങളൊക്കെ? കുട്ടികളല്ലേ, കുട്ടികൾ അടിച്ചു പൊളിക്കുന്നു. അവരെ അടിച്ചു പൊളിക്കുന്നത് കാണുമ്പോഴത്തേക്കും ഞങ്ങളുടെയും മനസ്സിൽ കുറെ തുറന്നു വരുന്നു എന്നുള്ളതാണ്. മാഡത്തിന് ഇതുപോലെ കലോത്സവ ഓർമ്മകൾ, നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാളാണ് നമ്മുടെ ചീഫ് സെക്രട്ടറി. അത് പാടുന്ന ഒരാളാണ്. അപ്പൊ രണ്ടുപേരും പാട്ട് പാടിയിട്ട് തെറ്റിദ്ധാരണ, പൂർണ്ണമായിട്ടുള്ള തെറ്റിദ്ധാരണയാണ്. അങ്ങനെ നല്ല പാട്ട് പാടുന്ന സ്വഭാവമേ ഇല്ല. ഇല്ലല്ല, രണ്ടുപേരും പാടില്ല. तेरे मेरे सपने अब एक रंग है. മതി. അതെ, രണ്ടുപേരും നമുക്ക് വേണ്ടി പാടി തന്നെ. അപ്പൊ മാഡം, എന്തായാലും ഈ പ്രതിഭകളാവാൻ പോകുന്നവരടുത്ത് എല്ലാവരും എന്തെങ്കിലുമൊക്കെ കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെ വരുന്നു. പക്ഷെ അതിനേക്കാൾ ഉപരി ഈ ഒരു വേദിയാണ് എല്ലാവരുടെയും സ്വപ്നം. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളായി വരുന്ന കുട്ടികളാണ്. അപ്പോൾ എന്താ മാഡത്തിന് പറയാനുള്ളത്? പ്രതീക്ഷയുണ്ടാവണം, പയറ്റണം, ജയിക്കാൻ ശ്രമിക്കണം. ജയിച്ചില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷം നമ്മൾ പലരും അനുഭവിക്കേണ്ടതായിട്ട് വരും. അതിലൊന്നും നമുക്ക് കുറവ് തോന്നേണ്ട കാര്യമില്ല. കാരണം ജീവിതത്തിൻ്റെ യാത്ര എന്ന് പറയുന്നതിൽ പല തോൽവികളുണ്ടാവും. തോൽവി ഉണ്ടാകുന്നതിലല്ല കാര്യം, തോൽവിയിൽ നിന്ന് പഠിക്കുന്നതാണ്. തോൽവിയിൽ നിന്ന് പലതും നമുക്ക് പഠിക്കാൻ പറ്റും. ആ പഠിത്തത്തിൽ കൂടിയാണ് നമ്മൾ ഉയരുന്നത്. നിങ്ങളെല്ലാവർക്കും ഉയരാൻ ഇതൊരു അവസരമായിട്ട് മാറട്ടെ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ചീഫ് സെക്രട്ടറി ശാരദ മാമാണ് നമ്മളോടൊപ്പം ചേർന്നത്. അതുതന്നെയാണ്, തോൽക്കാൻ വേണ്ടിയല്ല വരുന്നത്, പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അതിൽ നിന്നും പഠിക്കാൻ കഴിയണം എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് ഓരോ കലോത്സവ വേദിക്കും പറയാനുള്ളത്. ഇന്നത്തെ പ്രധാന ആകർഷണ ഇനമായ നാടകത്തിലെ ഒരു ടീമിനെ പരിചയപ്പെടാം. ആലപ്പുഴ നിന്ന് വന്ന ഇവരുടെ കയ്യിലൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. ശാകുന്തളത്തെ ആധുനികമായി കൊണ്ടുവന്നാൽ എങ്ങനെയുണ്ടാകും നോക്കാം. എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് ആലപ്പുഴ തുറവൂരിലെ ടി ഡി ഹയർ സെക്കൻഡറി സ്കൂളിലെ തിരുമല ദേവസ്വം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. അവരുടെ നാടക മത്സരം ഇന്ന് നടക്കുന്നുണ്ട്. അവരുടെ അധ്യാപകനായ വിനോദ് സാറാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. നമുക്ക് അവരോട് വിശേഷങ്ങൾ ചോദിക്കാം. സാർ, എത്രമാത്രം പ്രതീക്ഷയുണ്ട്? എത്ര നാളത്തെ പരിശ്രമമാണ്? ഒടുവിൽ വിദ്യാർത്ഥികളെയും കൊണ്ട് ഈ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണോ? തീർച്ചയായിട്ടും വളരെ സന്തോഷത്തിലാണ്. ഞങ്ങളൊരു ജൂലൈ ലാസ്റ്റ് വീക്ക് +1 അഡ്മിഷൻ കഴിഞ്ഞിട്ടില്ല, സ്കൂൾ ട്രാൻസ്ഫർ നടക്കുന്നൊക്കെ സമയത്ത് തന്നെ കുട്ടികളെ ഓഡിഷൻ ചെയ്ത് എടുത്തതാണ്. അപ്പോൾ ആ ജൂലൈ ഒരു 28-ാം തീയതി ഞങ്ങൾ 28-29 ഞങ്ങൾ തുടങ്ങിയിട്ട് ഇത്രയും നാൾ നമ്മൾ ഒരു വർഷം എന്ന് തന്നെ പറയാം. എന്താണെന്ന് വെച്ചാൽ +1 ക്ലാസ് ഉടനെ തന്നെ തുടങ്ങിയിട്ടുള്ള ഒരു വർഷം. ഇനിയിപ്പോൾ പരീക്ഷയായി തുടങ്ങുന്നു, മോഡൽ എക്സാം ഒക്കെ ടൈം ടേബിൾ വന്നു കഴിഞ്ഞ്. അപ്പോൾ വളരെ സന്തോഷത്തിലാണ്. കുട്ടികൾ നാടകം കളിക്കുക എന്ന് പറഞ്ഞ ഒരു സംസ്കാരത്തെ രൂപപ്പെടുത്തുക കൂടിയാണ്. വെറുതെ ഒരു സാധനം കണ്ടുപോകുമല്ല, അവർ ചിന്തിക്കാനും പ്രതികരിക്കാനും ഒക്കെ പാകപ്പെടുകയാണ്. അങ്ങനെ ഒരു വർക്ക്ഷോപ്പാണ് കൊടുത്തിരിക്കുന്നത്. നാടകത്തിൻ്റെ പേര് സർക്കസ് എന്നാണ്. ഈ സർക്കസ് എടുത്തിരിക്കുന്നത് വിജയലക്ഷ്മിയുടെ മൃഗശിക്ഷകൻ എന്ന് പറയുന്ന ഒരു കവിതയുടെ ആശയമുണ്ട്. ഭയപ്പെടുന്ന ഒരു മൃഗശിക്ഷകൻ. അപ്പോൾ ഇവിടെ ദുഷ്യന്ത രാജാവുണ്ട്, ശകുന്തളയുണ്ട്, അനസൂയ, പ്രിയമത,
കണ്ണുമഹർഷി, ദുർവാസാവ്, ദീർഘാഭംഗൻ എന്ന മാൻകിടാവ്. ഞങ്ങളുടെ മാൻകിടാവിന്റെ കൈയൊന്ന് എന്താ പറ്റി? തെന്നി വീണ്. എന്നാ സംഭവിച്ചു? ഇല്ല, ഒരു മാസമല്ല, 18-ാം തീയതിയായിരുന്നു, ഡിസംബർ 18-നായിരുന്നു. അപ്പൊ ഇനി ഒരു മാസം ആ പ്ലാസ്റ്റർ അങ്ങനെ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ വേറെ ഒരു പ്രിയമത, ഇത് മൊത്തം പരിക്കുകളാണല്ലോ. പ്രിയമതയുടെ കാല് പോയി, മാനിന്റെ കൈ പോയി. NSS ക്യാമ്പിലൊന്ന് തെന്നി വീണതാണ്. അപ്പൊ ഒരുപാട് വെല്ലുവിളികളുണ്ട്. പക്ഷെ ഞങ്ങള് നല്ല സന്തോഷത്തിലാണ്. അവര് അത് ചെയ്യും. ആ പോരായ്മയിൽ നിന്നുകൊണ്ട് അവര് അത് മാത്രമല്ല, ഇത്രയും പരിക്കുണ്ടെങ്കിൽ പോലും അവര് മത്സരിക്കാൻ തയ്യാറാണ്. അതൊരു ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ളൊരു മനസ്സുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് മാനിനോട് പോവാം. മാനെ പറയൂ, ഈ കൈ എങ്ങനെയുണ്ട്? ഇപ്പൊ വേദന ഉണ്ടോ? ഇല്ല, ഇപ്പൊ കുഴപ്പമില്ല. റെസ്റ്റ് ഒക്കെ എടുത്ത് കുഴപ്പമില്ല, ചെയ്യാൻ പറ്റും. കാലിൽ എന്നാ പറ്റിയെന്നും കൂടെ പറയാം. NSS പറ്റിയ അപകടം സ്ലിപ്പായതാണ്. എത്ര എന്താ ക്യാമ്പിന് ലിഗമെന്റ് പ്രശ്നമുണ്ട്? എത്ര നാൾ എടുക്കും ഇത്? 1.5 മാസം റെസ്റ്റ് എടുക്കും. ഇതിനൊരു വേറെ പ്രത്യേകത കൂടിയുണ്ട് സാറേ. ഇത് സാർ മുന്നോട്ട് വരൂ. ഞങ്ങൾ രണ്ടുപേരും ഈ സ്കൂളിലെ ഹയർ സെക്കൻഡറിയിലെ മലയാള അധ്യാപകരാണ്. ഞങ്ങൾ തന്നെയാണ് ഇത് സ്ക്രിപ്റ്റ് എഴുതിയത്. ഞങ്ങൾ തന്നെയാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും. പുതിയ ആവിഷ്കാരത്തിന്റെ തല ആദ്യം ഉദിക്കുന്നത് ആരിലാണ്? ഞങ്ങളങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് സാധനങ്ങൾ ചെയ്ത് അങ്ങനെ പോരുന്നതാണ്. പഴയ കാഴ്ചയിൽ നിന്ന് പുതിയൊരു അവതരണം. അതിന്റെ ആ നാടകം ഒന്ന് കാണണം. നമ്മളിപ്പോഴും പുറത്തേക്ക് അത് പറയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ റിവീൽ ചെയ്യാതെ ഇങ്ങനെ വെച്ചേക്കാണ്. ആളുകൾ കണ്ടു ഞെട്ടട്ടെ. ഇവിടെ എല്ലാവരുടെയും വിദ്യാർത്ഥികളുടെയും പാരന്റ്സും ഒക്കെ ഉണ്ട്. എല്ലാവരും ചേർന്നിരിക്കുകയാണ്. പക്ഷെ എനിക്ക് നിങ്ങളുടെ ഒരു ഏറ്റവും വലിയ ലാസ്റ്റ് ചെയർ വേണം. ഒരു മൊത്തത്തിൽ ഒരു ചെയർ. ഓക്കെ, 3, 2, 1 പറയുമ്പോൾ നിങ്ങൾ ഒരു ചെയർ വിളിക്കുക. ഓക്കെ, 3, 2, 1. അവരത്രയധികം ആത്മവിശ്വാസത്തിലാണ്. എന്തായാലും അവരുടെ വിശേഷങ്ങളിലേക്കാണ് എത്തിയത്. കലോത്സവത്തിന് കാലങ്ങളായി തന്നെ ഒരുപാട് ആരാധകരുണ്ട്. എന്നാൽ 1997 മുതലുള്ള എല്ലാ വർഷങ്ങളെയും കലോത്സവത്തിൽ വിജയികളായ ജില്ലകളെയും വിജയികളെയും ഓർത്തിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ഇത്തവണത്തെയും കലോത്സവം കാണാൻ എല്ലാ തിരക്കും മാറ്റിവെച്ച് അദ്ദേഹം എത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്ത്. കെ അനുശ്രീയുടെ റിപ്പോർട്ടിലേക്ക്. റെഡിയല്ലേ? തുടങ്ങട്ടെ. എടാ ഹരി, 2000 ഏത് ജില്ലക്കായിരുന്നു സ്റ്റേറ്റിൽ ഫസ്റ്റ്? ഞാൻ പറഞ്ഞാ മതിയോ? ഏതാ വർഷം പറഞ്ഞേ? 2000 പാലക്കാടാണ് കലോത്സവം നടന്നത്. അതറിയാന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാ കലോത്സവങ്ങളും കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 97 ആർക്കാ ഫസ്റ്റ് കിട്ടിയത്? 97 എറണാകുളത്ത് ഡെഡ് ഹാൾ ഗ്രൗണ്ടിലായിരുന്നു കലോത്സവം. 97 ഭരതനാട്യം കളിച്ചത് MM പത്മിനിയായിരുന്നു. പത്മിനി തന്നെയായിരുന്നു കലാതിലകം. ആ കുട്ടി. അതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് പറയാൻ പറ്റുന്നു? ഞാൻ ആ കലോത്സവം കണ്ടതാണ്. കലോത്സവം എല്ലാവരും കാണുമല്ലോ, അത് ഇത്ര കൃത്യമായിട്ട് ഓർത്ത് വെക്കാൻ ആർക്കും പറ്റുന്നില്ല. അതെന്താണെന്നറിയോ? അതായത് കലോത്സവങ്ങൾ കാണുക എന്നുള്ളതല്ല. കലോത്സവത്തിൽ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഈ ഐറ്റം നൃത്ത ഇനങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പത്രങ്ങളിലൊക്കെ നല്ല ഗ്ലാമർ വാർത്തകൾ വരുമല്ലോ ഈ കലോത്സവത്തെക്കുറിച്ചൊക്കെ. അപ്പോൾ ഈ കലോത്സവം ഒന്ന് കാണണമെന്നൊരു ആഗ്രഹം തോന്നിയിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്ന കലോത്സവം 97 എറണാകുളത്തെ കലോത്സവമാണ്. എന്നാ ഞാൻ ചോദിക്കാം, 2023 ഏത് ജില്ലക്കായിരുന്നു സ്റ്റേറ്റിൽ ഫസ്റ്റ്? 2023 കോഴിക്കോട്. ചേട്ടൻ ഏതിലൊക്കെ? മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി. മോഹിനിയാട്ടത്തിൽ ആർക്കായിരുന്നു സ്റ്റേറ്റിൽ ഫസ്റ്റ്? 2003 ആലപ്പുഴയിലായിരുന്നു ആ കലോത്സവം. ആലപ്പുഴ ജില്ലയിൽ വെച്ചായിരുന്നു കലോത്സവം. 2003 ഈ മഞ്ജു വി നായരായിരുന്നു. പരപ്പനങ്ങാടി സ്കൂളിലാണെന്ന് എൻ്റെ ഓർമ്മ. മഞ്ജു വി നായർക്കാണ് മോഹിനിയാട്ടത്തിൽ ഫസ്റ്റ്. അതായത് ശൂർപ്പണഖയുടെ പ്രണയം രാമലക്ഷ്മണന്മാരോട് ചെന്ന് പറയുന്ന കഥയാണ് ആ കുട്ടി അന്ന് ചെയ്തത്. അസാധ്യമായിട്ട് ചെയ്തു. നല്ല തന്മയത്വത്തോടു കൂടി മോഹിനിയാട്ടം. എന്റെ പേര് അനന്ത് സുധീഷ്. കോട്ടയം ജില്ല വൈക്കത്താണ്. 27 കലോത്സവങ്ങൾ ഞാൻ തുടർച്ചയായിട്ട് കണ്ടിട്ടുണ്ട്. വിശ്വസിക്കോ പറഞ്ഞ? ഇല്ല, വിശ്വസിക്കൂല. എന്നാ പിന്നെ വേറെ ഏതെങ്കിലും ഒരു വർഷം ചോദിച്ചു. എന്താ ചോദിക്കാം? 97 തൊട്ട് 2004 വരെയുള്ള 2024 വരെയുള്ള എല്ലാം അറിയാം. അങ്ങനെയാണെങ്കിൽ 99 ഏത് ജില്ലക്കായിരുന്നു സ്റ്റേറ്റിൽ ഫസ്റ്റ്? 99 തിരുവനന്തപുരത്തായിരുന്നു, കൊല്ലത്തായിരുന്നു കലോത്സവം. 99 കൊല്ലത്തായിരുന്നു. കൊല്ലത്ത് കലോത്സവം വരുമ്പോൾ MM പത്മിനിയായിരുന്നു കലാതിലകം. മോഹിനിയാട്ടം ചെയ്തതൊക്കെ ഇന്നും മനസ്സിൽ നല്ല ഓർമ്മയുണ്ട്. MM പത്മിനി, ആ 99 ഉണ്ടായിരുന്നവർ MM പത്മിനി, ശാലു മേനോനൊക്കെ ആ ടൈമിലുള്ള കുട്ടിയാണ്. MM പത്മിനി, ശാലു മേനോൻ, കാവ്യ മാധവൻ ഒക്കെ ആ സമയത്തുള്ളതാ. ഞാൻ നല്ല ഓർമ്മ എനിക്കുണ്ട്. ഇത് എന്നാലും ഇതൊക്കെ ഇങ്ങനെ ഓർത്ത് വെച്ച് അല്ലെങ്കിൽ എല്ലാം കാണാനുണ്ടായ
ഒരു തോന്നലില്ലേ, അതെന്തായിരുന്നു? അത് ഞാൻ അതായത് ചെറിയ പ്രായത്തിൽ പഠിക്കുന്ന സമയത്ത് ഇതൊന്നും പഠിക്കാനുള്ള സാഹചര്യമൊന്നും വീട്ടിലില്ലായിരുന്നുകൊണ്ട് നമ്മളത് പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഈ പത്രങ്ങളിൽ വരുന്ന ഗ്ലാമർ വാർത്തകൾ കണ്ടപ്പോഴത്തേന് ഈ കലോത്സവം ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവമാണല്ലോ, കൗമാരമേളയാണല്ലോ. അപ്പോൾ ഇതൊന്ന് കാണണം, ഇതിൻ്റെ ഭാഗമാകണം എന്നൊരാഗ്രഹം തോന്നി. ആ ആഗ്രഹത്തിൻ്റെ പുറത്താണ് 97 മുതൽ കാണാനായിട്ട് പോയത്. 97 കണ്ടതിന് ശേഷം 97 എറണാകുളത്തായിരുന്നു, 98 തിരുവനന്തപുരത്തായിരുന്നു, 99 കൊല്ലത്തായിരുന്നു, 2000 പാലക്കാടായിരുന്നു, 2001 അമ്പിളി ദേവി നവ്യനായരും തമ്മിൽ മത്സരിച്ച തൊടുപുഴയിലെ കലോത്സവം, 2002 കോഴിക്കോടായിരുന്നു, 2003 ആലപ്പുഴയായിരുന്നു, 2004 തൃശ്ശൂരായിരുന്നു, 2005 തിരൂര് മലപ്പുറത്തായിരുന്നു, 2006 എറണാകുളത്തായിരുന്നു, 2007 വീണ്ടും കണ്ണൂരായിരുന്നു, 2008 കൊല്ലത്തായിരുന്നു, 2009 തിരുവനന്തപുരത്തായിരുന്നു, 2010 കോഴിക്കോടായിരുന്നു, 2011 ഞങ്ങളുടെ ജില്ലയായിരുന്നു, കോട്ടയം ജില്ലയായിരുന്നു, 2012 തൃശ്ശൂരായിരുന്നു, 2013 മലപ്പുറത്തായിരുന്നു, 2014 പാലക്കാടായിരുന്നു, 2015 കോഴിക്കോടായിരുന്നു, 2016 തിരുവനന്തപുരത്തായിരുന്നു, 2017 കണ്ണൂരായിരുന്നു, 2018 തൃശ്ശൂരായിരുന്നു, 2019 ആലപ്പുഴയായിരുന്നു, 2020 കാസർഗോഡായിരുന്നു, 2021 22 കലോത്സവം ഇല്ലായിരുന്നു, കൊറോണ ആയിരുന്നുകൊണ്ട്, 2023 കോഴിക്കോട്, 2024 കൊല്ലം, 2025 നമ്മൾ വീണ്ടും തിരുവനന്തപുരത്ത് വന്നിരിക്കുന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ, സാധാരണ എല്ലാവരും കലോത്സവത്തിന് പോവാറുണ്ട്. ഇപ്പോ ജില്ലയാണെങ്കിലും സബ് ജില്ലയാണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും ഒക്കെ കാണാറുണ്ട്. പക്ഷെ ഇതൊന്നും ഓർത്ത് വെക്കാറില്ലല്ലോ. ഇതിങ്ങനെ ഓർത്ത് വെക്കാനുണ്ടായ കാരണം എന്താ, അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയാ മെമ്മറിയിൽ ഇത് ഇരിക്കുന്നത്? അത് കലോത്സവത്തെ ഇത്രയധികം നെഞ്ചിലേറ്റിയ ഒരാള് ഞാനായിരിക്കും കേരളത്തില്. അത് ആധികാരികമായിട്ട് തന്നെ പറയാൻ സാധിക്കും. കാരണം 3000 കോമ്പറ്റീഷൻ ഐറ്റം ഈ കലോത്സവത്തിൽ 3000 ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി 3000-ഓളം ഐറ്റം കണ്ടുപോയ ഒരാളാണ് ഞാൻ. എന്നോളം അത്രയും ഐറ്റം തുടർച്ചയായിട്ടിരുന്ന് കണ്ട ഒരാൾ കേരളത്തിലുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ആരൊക്കെയാണ് മത്സരിച്ചിരിക്കുന്നത്, ആരൊക്കെയാണ് പ്രൈസ് വിന്നർ ആയിരിക്കുന്നത്, കഴിവ് തെളിയിച്ചിരിക്കുന്നത്, ആ കുട്ടികളെയൊക്കെ എനിക്ക് ഇന്നും നല്ല ഓർമ്മകളാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ 98 പത്മിനിയായിരുന്നു കലാതിലകം, 2000 കലാതിലകം പാലക്കാട് വെച്ചായിരുന്നു, 2000 കലാതിലകം അഞ്ജലിയും അപർണ കെ ശർമ്മയായിരുന്നു കലാതിലകം, 2001 അമ്പിളി ദേവി ആയിരുന്നു കലാതിലകം, 2002 പാർവതി പി പാർവതി ആയിരുന്നു കലാതിലകം, 2003 പി പാർവതി തന്നെയായിരുന്നു കലാതിലകം, 2004 എം ശ്രീലേഖ തൃശ്ശൂർ ജില്ലയിലായിരുന്നു കലാതിലകം, എം ശ്രീലേഖയായിരുന്നു കലാതിലകം. അമ്മ ആനന്ദദായിനി എന്ന് പറയുന്ന ഭരതനാട്യം ചെയ്ത് അത്രയ്ക്ക് ഉജ്ജ്വലമായ ആ കുട്ടി എപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ട്. 2005 അവസാനം കലാതിലകം ഉണ്ടായിരുന്നത്, 2005 ആതിര ആർ നാഥ് കലാതിലകമാവുന്നത്. അപ്പോൾ അതിനുശേഷം കലാതിലകപ്പട്ടം എടുത്തു കളഞ്ഞിരുന്നു, പ്രതിഭാപ്പട്ടൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ മനസ്സിലെ ആ ഒരു മെമ്മറി എന്ന് പറയുന്നത് ഞാൻ കലോത്സവത്തെ അത്രയധികം വാരിപ്പുണർന്ന ഒരാളായതുകൊണ്ടാണ് അത് ഓർമ്മയിൽ നിൽക്കുന്നത്. ചേട്ടന് ഏതായാലും ആള് കൊള്ളാം. കാരണം ഇങ്ങനെ ഒരാളെ നമ്മൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. കാരണം 97 മുതൽ 2024 വരെയുള്ള എല്ലാ സംസ്ഥാന കലോത്സവങ്ങളും കണ്ട് അതൊക്കെ അതിൽ ആരൊക്കെയാണ് വിജയികള്, ഏത് ജില്ലയാണ് വിജയിച്ചതെന്നൊക്കെ ഇത്ര കൃത്യമായിട്ട് ഓർത്ത് വെക്കുന്ന കണ്ടിട്ടുള്ള ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു കഴിവ് തന്നെയാണ്. സമ്മതിച്ചു ചേട്ടാ, സമ്മതിച്ചു. ചേട്ടനൊരു വലിയ ആളാണ്. ക്യാമറാമാൻ സന്തോഷിനൊപ്പം അനുശ്രീ കളപ്പുരയ്ക്കൽ, ന്യൂസ് 18. സ്കൂൾ കലോത്സവം 2ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കോഴിക്കോടും കണ്ണൂരും തൃശൂരും തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ്. 57 മത്സരങ്ങൾ ഇന്നലെ പൂർത്തിയായി. ആദ്യ ദിനം പല മത്സരങ്ങളും വൈകിയാണ് ആരംഭിച്ചത്. ടാഗോറിൽ രാവിലെ ഹയർ സെക്കൻഡറി വിഭാഗം നാടക മത്സരമാണ് മുഖ്യ ആകർഷണം. നമുക്കിനി ആ പോയിന്റ് ടേബിൾ ഒന്ന് കണ്ടുവരാം. കണ്ണൂർ 215 പോയിന്റുമായി മുന്നിലാണ്. തൊട്ട് പിന്നിൽ തൃശൂരും കോഴിക്കോടുമുണ്ട്. 214 പോയിന്റുമായി തൃശൂരും, കോഴിക്കോട് 213 പോയിന്റുമായി തൊട്ട് പിന്നാലെയുണ്ട്. ആലപ്പുഴ 207 പോയിന്റുമായി 4ാം സ്ഥാനത്തും, പാലക്കാട് 207 പോയിന്റുമായി 5ാം സ്ഥാനത്തുമുണ്ട്. ഇതാണ് ഇപ്പോൾ ഇന്നത്തെ ഈ സമയത്തെ പോയിന്റ് പട്ടിക. എന്തായാലും കണ്ണൂർ 215 പോയിന്റുമായി മുന്നിലാണ്. അനന്തകല കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഭാവിയാണ്, സോ നോ കോംപ്രമൈസ്. ജിടെക് ഇൻ അസോസിയേഷൻ വിത്ത് മിൽമ, രുചിയേറും നിമിഷങ്ങൾ. ഇനി ഇടവേളയ്ക്ക് ശേഷം ടി ജി സജിത്ത് എത്തും ന്യൂസ് 10-ൽ. നമസ്കാരം.